कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा माता जी। हरे कृष्णा माता जी। हरे कृष्णा। हरे कृष्णा। हरे कृष्णा। हरे कृष्णा माता जी। हरे कृष्णा। हरे कृष्णा। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। नमो ओम विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। हरे कृष्णा राज। हेलो माता जी। हरे कृष्ण। हरे कृष्णा। ഇല്ല ഇല്ല അല്ല ഞാനേ ഒരു നിമിഷം ഇപ്പൊ
മിനി മാതാജി സോറി, താങ്ക് യു മാതാജി. നെറ്റ്വർക്ക് പ്രോബ്ലം ആണ് കുറച്ച്. ഹരേ കൃഷ്ണ മാതാജി ആക്കിയിട്ടുണ്ട് കേട്ടോ. ഹരേ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. കുറച്ച് നെറ്റ്വർക്ക് പ്രോബ്ലം കാരണം. ഹരേ കൃഷ്ണ. അപ്പോ കുറച്ചു പേര് പുതുതായിട്ട് ചേർന്ന് കാണും പുതിയ ക്ലാസ്സിന്. അപ്പോ നമ്മൾ 7ാമത്തെ അധ്യായത്തിൽ എത്തി. എന്നാലും നമ്മുടെ ലെവൽ 2 ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഗ്രൂപ്പാണ്, ക്ലാസ്സുകളാണ്. അതുകൊണ്ട് നിങ്ങൾ 7ാമത്തെ അധ്യായത്തിൽ എത്തി ജോയിൻ ചെയ്തു എന്ന് വിചാരിക്കരുത്. കാരണം 18 അധ്യായം കഴിഞ്ഞാൽ പിറ്റത്തെ ആഴ്ച തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഫസ്റ്റ് ചാപ്റ്റർ വീണ്ടും തുടങ്ങുന്നു. അതുകൊണ്ട് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ഇനി അടുത്ത 6th ചാപ്റ്റർ ആകുന്നത് വരെ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ലെവൽ 3 ജോയിൻ ചെയ്യാം. അങ്ങനെയാണ് ലെവൽ 2 ഫോം ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഏത് അധ്യായത്തിൽ ജോയിൻ ചെയ്തോ അതിൽ വഴി നിങ്ങൾ ക്വിസ് എല്ലാം അറ്റൻഡ് ചെയ്യുക. കണ്ടിന്യൂസ് ഭക്തിവൃക്ഷ ക്ലാസ്സുകളുണ്ട്, സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ട്, അതിലും ജോയിൻ ചെയ്യുക. ഭഗവത്ഗീത ശരിയായിട്ട് പഠിക്കുക. എന്നിട്ട് ഒരു റൗണ്ട് നിങ്ങളുടെ 18 ചാപ്റ്ററും കഴിയുമ്പോൾ നിങ്ങൾക്ക് ലെവൽ 3 ജോയിൻ ചെയ്യാം. അപ്പോ നമ്മളിപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ അധ്യായം 7 ആരംഭിക്കുന്നത്. ജ്ഞാന വിജ്ഞാന യോഗം. അധ്യായം 6 അഷ്ടാംഗ യോഗയെ കുറിച്ചാണ് പഠിച്ചത്. അഷ്ടാംഗ യോഗ അതിൽ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിച്ച് യോഗ പരിശീലനത്തിലൂടെ പരമാത്മാവിനെ ഹൃദയത്തിൽ സാക്ഷാത്കരിക്കുന്നതിനെ കുറിച്ചാണ് അഷ്ടാംഗ യോഗത്തിൽ പഠിച്ചത്. 2 മുതൽ 5 വരെയുള്ള അധ്യായങ്ങളിൽ ആത്മജ്ഞാനം ലഭിക്കുന്നതിനെ ബ്രഹ്മനിർവാണത്തിലേക്ക്, താൻ ആധ്യാത്മികനാണ്, ബ്രഹ്മനാണ് എന്നുള്ള അവബോധത്തിലേക്ക് ഉയരുന്നതിനെ കുറിച്ചാണ് പഠിച്ചത്. കർമ്മം ചെയ്ത് പരിശുദ്ധനായിട്ട് താൻ ഈ ശരീരമല്ല ആത്മാവാണ് എന്നുള്ള അറിവിലേക്ക് ഉയരുന്നതിനെ കുറിച്ചാണ് 2 മുതൽ 5 വരെയുള്ള അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞു തരുന്നത്. ആദ്യത്തെ പരമാസത്യത്തെ സാക്ഷാത്കരിക്കുന്നതിന്റെ ആദ്യത്തെ പടിയാണ് ബ്രഹ്മനിർവാണം. രണ്ടാമതായിട്ട് പരമാത്മ സാക്ഷാത്കാരം, നമ്മുടെ ഹൃദയത്തിൽ തന്നെ വസിക്കുന്ന പരമാത്മാവിനെ അറിയുന്നതിനെ സാക്ഷാത്കരിക്കുന്നത് എങ്ങനെ, അഷ്ടാംഗ യോഗയിലൂടെ അതെങ്ങനെ പരിശീലിക്കാം എന്നുള്ളതാണ് 6ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞു തരുന്നത്. 7ാമത്തെ അധ്യായത്തിലൂടെ ഭക്തിയോഗ പരിശീലനം ആരംഭിക്കുകയാണ്. അപ്പോൾ പരമസത്യത്തെ നമ്മൾ 3 വിധത്തിലൂടെ സാക്ഷാത്കരിക്കുന്നു. ബ്രഹ്മൻ, പരമാത്മാവ്, ഭഗവാൻ. ബ്രഹ്മസാക്ഷാത്കാരം എന്നുള്ളത് താൻ ആധ്യാത്മികനാണ് എന്നുള്ള അറിവ്. താൻ ഈ ശരീരമല്ല. നമ്മൾ എല്ലാവരും ഇപ്പോൾ ശരീരബോധത്തിലാണ്. നമ്മുടെ ഐഡന്റിറ്റി, നമ്മുടെ ആരെങ്കിലും പരിചയം കൊടുക്കുന്നത് നമ്മുടെ ഈ ശരീരത്തെ കാണിച്ചുകൊണ്ടാണ് നമ്മൾ പരിചയിക്കുന്നത്. നമ്മൾ സ്ത്രീയാണ്, പുരുഷനാണ്, നമ്മുടെ പേര് ഇന്നതാണ്, നമ്മൾ ഇങ്ങനത്തെ വിദ്യാഭ്യാസം നേടിയിരിക്കുന്നു, ഇങ്ങനത്തെ ജോലി ചെയ്യുന്നു, ഇന്നയാളുടെ മകനാണ്, മകളാണ്. ഇതെല്ലാം തന്നെ ഭൗതികമായിട്ടുള്ള ശരീരബോധത്തിലുള്ള ഐഡന്റിഫിക്കേഷൻ ആണ്, പരിചയപ്പെടുത്തലാണ്. എന്നാൽ വാസ്തവത്തിൽ നമ്മൾ ഈ ശരീരമല്ല, അതിനുള്ളിൽ ഭഗവത് അംശമായിട്ടുള്ള ആധ്യാത്മികനായിട്ടുള്ള ഒരു ജീവാത്മാവ് കുടികൊള്ളുന്നുണ്ട്. ആ ജീവാത്മാവാണ് ഞാൻ എന്നുള്ള അറിവ് സമ്പാദിക്കുക. അതാണ് ആദ്യത്തെ 3 അധ്യായത്തിൽ ഭഗവാൻ പറയുന്നത്. 2, 3, 4, 5 അധ്യായത്തിൽ ഭഗവാൻ നമുക്ക് എങ്ങനെ ആ സാക്ഷാത്കാരം നമുക്ക് ലഭിക്കുന്നു, താൻ ഈ ശരീരമല്ല എന്ന് അവബോധം എങ്ങനെ മാറ്റാൻ സാധിക്കും, എങ്ങനെ പരിശുദ്ധനാകാൻ സാധിക്കും എന്നുള്ള അറിവാണ് 3, 4, 5 അധ്യായത്തിൽ ഭഗവാൻ പറയുന്നത്. എന്നാൽ 6ാമത്തെ അധ്യായത്തിൽ അതിനുമുപരിയായിട്ട് താൻ ആത്മാവാണ് എന്നുള്ള അറിവ് മാത്രമല്ല, അതിനുമുപരി തന്റെ ഹൃദയത്തിൽ വസിക്കുന്ന ആ പരമാത്മാവിനെ എങ്ങനെ നമുക്ക് വ്യക്തമായിട്ട് ഹൃദയത്തിൽ കാണാൻ സാധിക്കും, അതിനുള്ള പരിശീലനമാണ് അഷ്ടാംഗ യോഗ പരിശീലനം. അതിനും ഇന്ദ്രിയങ്ങളും മനസ്സും എല്ലാം പരിശുദ്ധമാക്കി ഭൗതികമായിട്ടുള്ള ഒന്നിലും ആസക്തിയില്ലാതെ ശരീരബോധത്തിൽ നിന്ന് ഉയർന്ന് താൻ ആത്മാവാണ് എന്നുള്ള പരിശുദ്ധ ബോധത്തിൽ തന്റെ ഹൃദയത്തിൽ വസിക്കുന്ന പരമാത്മാവിനെ ധ്യാനിക്കണം, ധ്യാനിച്ച് സാക്ഷാത്കരിക്കണം. അതായിരുന്നു കഴിഞ്ഞ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞു തന്നത്.
അതിന്റെ ഒടുവിലത്തെ ശ്ലോകത്തിലായിട്ട് ഭഗവാൻ പറയുന്നു, എല്ലാ യോഗികളിലും വെച്ച് ശ്രേഷ്ഠൻ യോഗിനാമപി സർവേഷാം. ആരാണ് ശ്രേഷ്ഠനായിട്ടുള്ളത്? എല്ലാ യോഗികളിലും വെച്ച് ശ്രേഷ്ഠൻ മദ്ഗതേന അന്തരാത്മന, സദാസമയവും ഭഗവാനിൽ തന്നെ നിലകൊള്ളുക. മദ്ഗതേന അന്തരാത്മന, അന്തരാത്മാവിൽ ആ ജീവാത്മാവ് ഭഗവാനെ തന്നെ റിയലൈസ് ചെയ്തുകൊണ്ട് ഭഗവത് അംശമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സദാസമയവും ഭഗവാനെ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് ഹൃദയത്തിൽ ഭഗവാനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ആ യോഗിയാണ് ഉത്തമൻ. അപ്പോൾ പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഭഗവാൻ പറയുന്നു, ഈ ശ്ലോകത്തിൽ 4 കാര്യമാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. യോഗിനാം അഭി സർവേഷാം മദ്ഗതേന അന്തരാത്മന, എന്നെ സദാസമയവും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തി. എങ്ങനെ? ശ്രദ്ധാവാൻ, വിശ്വാസത്തോടുകൂടി. ആരാണോ പൂർണ്ണ വിശ്വാസത്തോടുകൂടി സദാസമയവും എന്നിൽ തന്നെ ഭഗവാനിൽ തന്നെ കുടികൊള്ളുന്നത്, ഭജതേ, അദ്ദേഹം ഭജിക്കുന്നു, ഭഗവാനെ സേവിക്കുന്നു. പ്രേമപൂർവമായിട്ടുള്ള ഭക്തിയുത സേവനത്തിലൂടെ ഭഗവാനെ സേവിക്കുന്ന ആ വ്യക്തി, യോ മാം, ആരാണോ എന്നെ അങ്ങനെ സേവിക്കുന്നത്, സമേ യുക്തതമോ മതഃ, അദ്ദേഹം സദാസമയവും ഭഗവാനിൽ തന്നെ കുടികൊള്ളുന്നു, ഭഗവാനോട് ചേർന്നിരിക്കുന്നു. അങ്ങനെയുള്ള വ്യക്തിയാണ് അത്യുത്തമ യോഗിയും സദാസമയവും ഭഗവാനുമായി ചേർന്നിരിക്കുന്നതും എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ആ ശ്ലോകത്തിൽ 4 കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഒന്നാമത്തെ കാര്യം, ഭഗവാനിലുള്ള പൂർണ്ണ വിശ്വാസം, പൂർണ്ണമായിട്ടുള്ള വിശ്വാസം. അതായത് ഭഗവാനാണ് എല്ലാം എന്നുള്ള വിശ്വാസം, ഭഗവാനിൽ നിന്നാണ് എല്ലാം ഉത്ഭവിച്ചിരിക്കുന്നത് എന്നുള്ള വിശ്വാസം, ഭഗവാനാണ് എല്ലാത്തിന്റെയും അധിപൻ, നിയന്ത്രിതാവ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ജീവാത്മാവിന്റെയും കൂടെ ഉടമസ്ഥൻ ഭഗവാനാണ് എന്ന് മനസ്സിലാക്കണം. അങ്ങനെയുള്ള ഭഗവാനെ സേവിക്കുന്നതാണ് ഉത്തമമായിട്ടുള്ള ധർമ്മം എന്ന് മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് പൂർണ്ണമായിട്ടുള്ള പ്രേമയുത ഭക്തിയുത സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന, അത് രണ്ടാമത്തെ കാര്യം. അതായത് ഭഗവാനിലുള്ള വിശ്വാസത്തോടുകൂടി ഭഗവാനെ ഭജിക്കുക, സേവിച്ചു കൊണ്ടിരിക്കുക. ചെയ്യുന്നത് അങ്ങനെ ധ്യാനിക്കുക, എന്നെ തന്നെ ധ്യാനിച്ചുകൊണ്ട് പൂർണ്ണ വിശ്വാസത്തോടെ എപ്പോഴും എന്നിൽ തന്നെ നിലകൊള്ളുകയും എന്നെ തന്നെ ധ്യാനിച്ചുകൊണ്ട് പ്രേമപൂർവം എന്റെ ദിവ്യ സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവനാണ് എല്ലാ യോഗികളിലും വെച്ച് അത്യുത്തമ യോഗിയും, എന്നോട് ദൃഢതരമായ യോഗത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നവനും. അപ്പോൾ നമ്മിൽ ഒന്നാമതായിട്ട് പൂർണ്ണമായിട്ടുള്ള ഭഗവാനോടുള്ള വിശ്വാസം ഉണ്ടാകണം. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ എപ്പോഴും ഭഗവാനിൽ തന്നെ നിലകൊള്ളുക. ഭഗവാനിൽ നിന്ന് നമ്മുടെ ചിന്തകളെ മാറ്റാൻ പാടില്ല. കൃഷ്ണാവബോധത്തോടുകൂടി, ഭൗതികമായ ചിന്തകളില്ലാതെ കൃഷ്ണാവബോധത്തോടുകൂടി ഭഗവാനിൽ തന്നെ സദാസമയവും നിലകൊള്ളുക. പിന്നെ ഭഗവാനെ തന്നെ ഹൃദയത്തിൽ മനസ്സിൽ ധ്യാനിക്കാനായിട്ട് പരിശീലിക്കുക. 4മതായിട്ട് പ്രേമപൂർവം ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുക. ഈ 4 കാര്യങ്ങൾ എങ്ങനെ സാധിക്കുമെന്ന് ഈ 7 മുതൽ 12 വരെയുള്ള അധ്യായത്തിലൂടെ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നു. അതായത് ഭക്തിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടുള്ളത്. അങ്ങനെയുള്ള ഭക്തനാണ് അത്യുത്തമ യോഗിയും ഭഗവാനിൽ ദൃഢതരമായി ബന്ധപ്പെട്ടിരിക്കുന്നവനും എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ഈ ശ്ലോകത്തിൽ ആദ്യമായിട്ട് ഭഗവാനിലുള്ള വിശ്വാസം നമുക്ക് എങ്ങനെ കൈവരുത്താൻ സാധിക്കുന്നു, അതിനു വേണ്ടിയിട്ട് നമ്മൾ ഭഗവാനെ കുറിച്ച് അറിയണം. ഭഗവാൻ ആരാണ് എന്നറിയണം. ഭഗവാനും ഈ ഭൗതിക പ്രകൃതിയും നമ്മൾ ജീവാത്മാക്കളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നറിയണം. ആരാണ് പ്രകൃതിയുടെ നിയന്താവ്, ഇതെല്ലാം നടത്തിക്കൊണ്ട് പോകുന്നത് ആരാണ്, ഞാൻ ആരാണ് എന്നറിയണം. എനിക്ക് ആരുമായിട്ടാണ് ബന്ധമുള്ളത് എന്ന് മനസ്സിലാക്കണം. അതെല്ലാം തന്നെ എങ്ങനെ മനസ്സിലാക്കാം? ഭഗവാൻ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ പറയുന്നു, ശ്രവണം കൊണ്ട് ഭഗവാനെ പൂർണ്ണമായിട്ട് അറിയാൻ കഴിയും. ഭഗവാനെ പൂർണ്ണമായിട്ട് അറിഞ്ഞാൽ മാത്രമേ ഭഗവാനിലുള്ള വിശ്വാസം ദൃഢതരമാകുകയുള്ളൂ. ഭഗവാനിലുള്ള വിശ്വാസം ദൃഢമാകുമ്പോഴാണ് നമുക്ക് ഭഗവാനെ സേവിക്കാനുള്ള ആഗ്രഹം ഉണ്ടാകുന്നത്. കാരണം ഭഗവാൻ ആരാണ് എന്ന് മനസ്സിലാക്കിയാലല്ലേ ഭഗവാനെ സേവിക്കുന്നത് എങ്ങനെ
എന്ന് അറിയാനുള്ള ആഗ്രഹം നമ്മിൽ ഉണ്ടാകുകയുള്ളൂ. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭഗവാനെ എങ്ങനെയാണ് സേവിക്കേണ്ടത് എന്ന് അറിയാനായിട്ട് ഭഗവാൻ ഈ അധ്യായത്തിൽ പറഞ്ഞു തരുന്നു. എങ്ങനെ ഭഗവാനെ സേവിക്കണം, അതിനു വേണ്ടിയിട്ട് നമ്മൾ ഭക്തന്മാരുമായിട്ട് സത്സംഗത്തിലൂടെ നമ്മൾ ഏർപ്പെടുന്നു. അങ്ങനെ ഭഗവാന്റെ ഭക്തന്മാരിലൂടെ നമ്മൾ ശ്രവിക്കണം, മനസ്സിലാക്കണം. അപ്പോൾ ശ്രവണം എന്നുള്ളത് വളരെയധികം പ്രാധാന്യമുള്ള ഒരു സംഗതിയാണ്. എന്തിന്? ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രവണം വളരെയധികം പ്രാധാന്യമുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ നവവിധ ഭക്തിയുത സേവനമാണ് ഭഗവാനിൽ നമ്മൾ ചെയ്യുന്നത്. പ്രഹ്ലാദ കുമാരൻ പറഞ്ഞു തന്നിരിക്കുന്നതാണത്. ഭാഗവതത്തിലെ ശ്ലോകമാണ്. പ്രഹ്ലാദ കുമാരൻ തന്റെ അച്ഛനോട് പറയുകയാണ്, എങ്ങനെയാണ് നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യം എന്താണ് എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ, നീ എന്താണ് പഠിച്ചത് എന്ന് ചോദിക്കുമ്പോൾ പ്രഹ്ലാദ കുമാരൻ പറഞ്ഞു കൊടുക്കുകയാണ് നവവിധ ഭക്തിയുത സേവനത്തെ കുറിച്ച്. അതിൽ ആദ്യത്തെ സേവനമാണ് ശ്രവണം. ആ ശ്രവണം നമ്മൾ ആരിൽ നിന്ന് നമ്മൾ ശ്രവിക്കണം? ഭക്തന്മാരിൽ നിന്ന് ശ്രവിക്കുക. ഭഗവാന്റെ ശിഷ്യ പരമ്പരയിലൂടെ വരുന്ന ഭക്തന്മാരിൽ നിന്ന് ഭഗവാനെ കുറിച്ച് കേട്ട് മനസ്സിലാക്കുക. അങ്ങനെ നമ്മുടെ ഉള്ളിൽ ഭഗവാനെ കുറിച്ചുള്ള വിശ്വാസം ഉണ്ടാകുന്നു. ആദൗ ശ്രദ്ധ, ആ ശ്രദ്ധയോടുകൂടി വിശ്വാസത്തോടുകൂടി നമ്മൾ ഭക്തന്മാരിൽ നിന്ന് കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. തഥാ സാധു സംഘ, അതാണ് രണ്ടാമത്തെ പ്രക്രിയ. ഭഗവാനിലുള്ള വിശ്വാസം വരുമ്പോൾ ഭഗവാനെ കൂടുതലായിട്ട് മനസ്സിലാക്കാനും ഭഗവാനെ സേവിക്കുന്നത് എങ്ങനെയാണ് എന്നറിയാനും നമ്മൾ സത്സംഗത്തിൽ ഏർപ്പെടുന്നു. അങ്ങനെ സത്സംഗത്തിലൂടെ തഥാ സാധു സംഘ തഥാ ഭജനക്രിയ, നമ്മൾ ഭഗവാനെ ഭജിക്കുവാൻ സേവിക്കുവാൻ തുടങ്ങുന്നു. ആ സേവനത്തിലൂടെ നമ്മുടെ അനർത്ഥ നിവൃത്തി സ്യാത്, നമ്മുടെ ആ ദുശീലങ്ങളെല്ലാം ഒഴിഞ്ഞു പോകുന്നു. നമ്മുടെ ഉള്ളിൽ അനേക കാലമായിട്ട് നമ്മൾ ശരീരബോധത്തിലാണ്. ആ ശരീരബോധത്തിലൂടെ നമ്മൾ പല വിധത്തിലുള്ള സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളും എല്ലാം തന്നെ നമ്മൾ കൂട്ടി വെച്ചിട്ടുണ്ട്. ചിലതെല്ലാം ദുശീലങ്ങളാണ്, നമുക്ക് ആവശ്യമില്ലാത്തതാണ്. ആധ്യാത്മികമായിട്ട് മുന്നേറുവാനായിട്ട് അങ്ങനെയുള്ള ദുശീലങ്ങളെ എല്ലാം നമ്മൾ ഇല്ലാതാക്കണം. എന്നാൽ മാത്രമേ അതീന്ദ്രിയനായിട്ടുള്ള ഭഗവാനെ കുറിച്ചുള്ള അറിവ് നമുക്ക് നമ്മുടെ ഭൗതിക ഇന്ദ്രിയങ്ങളാൽ ഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്ദ്രിയങ്ങളും മനസ്സും ഭൗതികതയിൽ, കശ്മലത്തിൽ അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള ദുശീലങ്ങളിൽ മുഴുകിയിരിക്കുമ്പോൾ അതീന്ദ്രിയനായിട്ടുള്ള ഭഗവാനെ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മുടെ ദുശീലങ്ങളെ നമ്മൾ മാറ്റണം എന്ന് നമ്മൾ സത്സംഗത്തിലൂടെ മനസ്സിലാക്കുന്നു. ഭജനക്രിയയിലൂടെ, സാധനാ ഭക്തിയിലൂടെ നമുക്ക് ആ ദുശീലങ്ങളെ മാറ്റുവാനും അതുവഴി ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ ദൃഢമായിട്ട് നിൽക്കുവാനും നമുക്ക് സാധിക്കുന്നു. അങ്ങനെ ആ ശ്രവണത്തെ കുറിച്ചാണ് ഈ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞു തരുന്നത്. പിന്നീട് 4 മുതൽ 12 വരെയുള്ള ശ്ലോകങ്ങളിൽ ഭഗവാൻ കൃഷ്ണനാണ് ആധ്യാത്മിക ശക്തിയും ഭൗതിക ശക്തിയുടെയും ഉറവിടം. അതാണ് ശ്രമിക്കേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ്. ശ്രവണത്തിലൂടെ നമ്മൾ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കണം. എന്ത് മനസ്സിലാക്കണം? ഭൗതിക പ്രകൃതിയുടെയും ആധ്യാത്മിക പ്രകൃതിയുടെയും എല്ലാം തന്നെ ഉറവിടം ഭഗവാനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ആധ്യാത്മികമായ ഗ്രന്ഥങ്ങളിലൂടെ മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ ആ അറിവ്. അത് നമ്മൾ മനസ്സിലാക്കുക. കൂടാതെ അങ്ങനെ എല്ലാത്തിന്റെയും ഉറവിടം ഭഗവാനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രം പോരാ. പിന്നെയോ 13 മുതൽ 14 2 ശ്ലോകങ്ങളിലൂടെ ഭഗവാൻ പറയുന്നു, ഈ ഭൗതിക പ്രകൃതി പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? ത്രിഗുണങ്ങളാൽ, സത്വ രജസ് തമസ്, ഈ 3 ഗുണങ്ങളാലാണ് ഈ ഭൗതിക പ്രകൃതി പ്രവർത്തിക്കുന്നത്. ഈ ഭൗതിക പ്രകൃതിയിലുള്ള ഓരോ ജീവനും, മൃഗങ്ങളാകട്ടെ പക്ഷികളാകട്ടെ മനുഷ്യനാകട്ടെ, എല്ലാവരും തന്നെ ദേവന്മാരും മഹർഷിമാരും എല്ലാവരും പ്രവർത്തിക്കുന്നത് ഈ സത്വ രജസ് തമോ ഗുണങ്ങളുടെ പ്രഭാവത്തിലാണ്. അതിൻ്റെയും ഉറവിടം ഭഗവാനാണ് എന്ന് ഭഗവാൻ പറയുന്നു. ഭഗവാന്റെ നിയന്ത്രണത്തിലാണ് ഈ ഭൗതിക പ്രകൃതിയിലെ ത്രിഗുണങ്ങൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ ത്രിഗുണങ്ങളെ മറികടക്കാതെ നമുക്ക് ഭഗവാന്റെ ആധ്യാത്മികമായിട്ടുള്ള ശക്തിയിലേക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല എന്ന് ഭഗവാൻ പറയുന്നു. അതുകൊണ്ട് ഭഗവാന് സ്വയം സമർപ്പിക്കുക, സമർപ്പിതനാകുക, ശരണാഗതനാകുക. പിന്നീട് 15 മുതൽ 19 വരെയുള്ള ശ്ലോകങ്ങളിൽ ഭഗവാൻ 4 തരത്തിലുള്ള മനുഷ്യർ ദുഷ്കൃതികളാണ്, അവർ ഇങ്ങനെയെല്ലാം
ഭഗവാനാണ് എല്ലാത്തിന്റെയും ഉറവിടവും അടിസ്ഥാനവും എല്ലാം ആണെങ്കിലും ഭഗവാന് ശരണാഗതരാകാത്ത, ഭഗവാനെ ആരാധിക്കാത്ത 4 വിധത്തിലുള്ള 4 സ്വഭാവക്കാരുണ്ട്. ദുഷ്കൃതികളാണവർ. അവർ ഒരിക്കലും ഭഗവാന് ശരണാഗതരാകുന്നില്ല. അവരെ കുറിച്ച് ഭഗവാൻ പറയുന്നു. പിന്നീട് ഭഗവാന് ശരണാഗതരാകുന്ന സുഹൃതികളായിട്ടുള്ള 4 വിഭാഗക്കാരെ കുറിച്ചും ഭഗവാൻ പറയുന്നു. കൂടാതെ 20 മുതൽ 25 വരെ അജ്ഞാനം മൂലം, ഭഗവാനെ കുറിച്ചുള്ള അറിവില്ലായ്മ മൂലം ദേവന്മാരെയും മറ്റ് യക്ഷരാക്ഷസന്മാരെ അങ്ങനെ പല വിധത്തിലുള്ള ശക്തികളെ ആശ്രയിക്കുന്ന, ഭഗവാൻ കൃഷ്ണനെ ആശ്രയിക്കാണ്ട് മറ്റുള്ള ദേവീ ദേവന്മാരെയും എല്ലാം ആശ്രയിക്കുന്ന 4 മറ്റുള്ളവരെ കുറിച്ച് ഭഗവാൻ പറയുന്നു. കൂടാതെ ഭഗവാൻ രൂപമില്ലാത്ത അവ്യക്തിഗതനാണ് എന്ന് അനുമാനിക്കുന്ന മറ്റുള്ള ജ്ഞാനികളുമുണ്ട്. ഇവരെ കുറിച്ചെല്ലാം, ഇതെല്ലാം ആധ്യാത്മിക തലത്തിലേക്ക് നമ്മൾ ഉയരുന്നതിന് വേണ്ടിയിട്ട് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്ന ആധ്യാത്മികമായിട്ടുള്ള അറിവാണ്. എന്തെല്ലാമാണ് ഈ ഭൗതിക പ്രപഞ്ചത്തിൽ നടക്കുന്നത്, ആരെല്ലാം ഏതെല്ലാം സ്വഭാവക്കാരുണ്ട്, ഭഗവാനെ ശരണാഗതരാകുന്നവർ എങ്ങനെ ശരണാഗതരാകുന്നു, ശരണാഗതരാകാത്തവർ അവരുടെ സ്വഭാവം എങ്ങനെയാണ്, ഇതെല്ലാം തന്നെ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നു. എന്തിനു വേണ്ടിയിട്ട്? കാരണം നമ്മൾ എങ്ങനെയാണ് ഭൗതിക പ്രകൃതിയിൽ വ്യാമോഹിതരായി തീരുന്നത്, ശരീരബോധത്തിൽ എങ്ങനെ ആക്കപ്പെടുന്നു, ഭഗവാനെ എങ്ങനെ ശരണാഗതരാകണം, അതുവഴി നമ്മുടെ ശരീരബോധത്തിലുള്ള അവബോധം എങ്ങനെ കൃഷ്ണ അവബോധമാക്കി മാറ്റാൻ കഴിയും, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഇങ്ങനെ ഓരോ തരത്തിലുള്ള ജനങ്ങളെയും അവരുടെ സ്വഭാവത്തെയും എല്ലാം പറഞ്ഞു തരുന്നു. അങ്ങനെ ഭഗവാന്റെ ജ്ഞാനം കൊണ്ട് നമുക്ക് ആധ്യാത്മിക തലത്തിലേക്ക് ഉയരാനും സാധിക്കും. അതിനു വേണ്ടിയിട്ട് ആ അറിവുകളാണ് ഭഗവാൻ പറഞ്ഞു തരുന്നത്. കാരണം ഇത് നമുക്ക് പൊതുവായിട്ട് ലഭിക്കുന്ന അറിവല്ല, ഭഗവാനിൽ നിന്ന് തന്നെ നേരിട്ട് ലഭിച്ചാൽ മാത്രമേ പരിപൂർണമാക്കാൻ നമുക്ക് സാധിക്കുന്ന അറിവാണിത്. നമ്മുടെ ആധ്യാത്മികമായിട്ടുള്ള അറിവാണ്. അതുകൊണ്ട് അത് ഭക്തന്മാരിൽ നിന്ന് തന്നെ, ഭഗവാന്റെ ശിഷ്യ പരമ്പരയിലൂടെ വരുന്ന ഭക്തന്മാരിൽ നിന്ന് തന്നെ കേട്ട് മനസ്സിലാക്കേണ്ടതാണ്. അതാണ് ആദ്യത്തെ ശ്ലോകം കൊണ്ട് ഭഗവാൻ പറയുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ കഴിഞ്ഞ 6-ാമത്തെ അധ്യായത്തിലെ ഒടുവിലത്തെ ശ്ലോകത്തിൽ പറയുന്നു, എല്ലാ യോഗികളിലും വെച്ച് അത്യുത്തമൻ ഭക്തിയോടെ ഭഗവാനെ സദാ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന യോഗിയാണ്, പൂർണ്ണ വിശ്വാസത്തോടെ ഭഗവാനെ ധ്യാനിക്കുന്നവനാണ്. അങ്ങനെ ശ്രവണത്തിന്റെ പ്രാധാന്യം ഊന്നി പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം തുടങ്ങുന്നത്. ജ്ഞാനം നേടാനുള്ള ഒരേ ഒരു പ്രക്രിയ പരമ്പരാഗതമായ വിധത്തിൽ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കുക. അതായത് ജ്ഞാന വിജ്ഞാന യോഗം എന്നാണ് ഈ അധ്യായത്തിന്റെ പേര്. അതായത് ജ്ഞാനം, ഈ ഭൗതികമായിട്ടുള്ള ആധ്യാത്മികമായിട്ടുള്ള അറിവ് നമ്മൾ കേട്ട് മനസ്സിലാക്കണം എന്ന് ഭഗവാൻ പറയുന്നു. എന്തൊക്കെയാണ് ആ അറിവ്? ശ്രവണം കൊണ്ട് ഭഗവാനെ പൂർണ്ണമായിട്ട് അറിയാൻ കഴിയും. ഭഗവാനെ കുറിച്ചുള്ള അറിവ് എന്തൊക്കെയാണ്? ആധ്യാത്മികവും ഭൗതിക ശക്തിയുടെയും ഉറവിടം ഭഗവാനാണ്. ത്രിഗുണങ്ങൾ ഭഗവാന്റെ നിയന്ത്രണത്തിലാണ്. ദുഷ്കൃതികൾ ഒരിക്കലും ഭഗവാനിൽ സമർപ്പിക്കുന്നില്ല, എന്നാൽ സുഹൃതികൾ ഭഗവാന് ശരണാഗതരാകുന്നു. പിന്നീട് ദേവന്മാരിൽ ശരണം പ്രാപിക്കുന്നവരും അവ്യക്തിഗതവാദികളുമായിട്ടുള്ള 2 കൂട്ടരുണ്ട്. വ്യാമോഹിതരായ ജീവജാലങ്ങളും ഭഗവത് ജ്ഞാനം കൊണ്ട് നമുക്ക് ലഭിക്കാവുന്ന മുക്തിയും ഇതെല്ലാം തന്നെ അറിവാണ്. ഈ അറിവ് ഭക്തന്മാരിൽ നിന്ന് കേട്ട് മനസ്സിലാക്കണം. അങ്ങനെ ഭഗവാനെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാനായിട്ട് സാധിക്കുന്നു. ഭഗവാനെ കുറിച്ച് മാത്രമല്ല, ഈ പ്രകൃതിയെ കുറിച്ചും നമ്മൾ ജീവജാലങ്ങളെ കുറിച്ചും ജീവാത്മാക്കളെ കുറിച്ചും നമുക്ക് അങ്ങനെ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ശ്രവണം കൊണ്ട് ഭഗവാനെ പൂർണ്ണമായി അറിയാൻ കഴിയും. ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് തന്റെ ഭൗതികവും ആധ്യാത്മികവുമായ ശക്തികളെ കുറിച്ച് കേൾക്കുവാൻ പറയുന്നു. അതുകൂടാതെ അതീന്ദ്രിയ ജ്ഞാനികളിൽ ഭഗവാനെ അറിയുന്നവൻ വളരെ വിരളമാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ആദ്യത്തെ 1 മുതൽ 3 വരെയുള്ള ശ്ലോകങ്ങളാണ് ആദ്യത്തെ ഭാഗത്തുള്ളത്. ശ്രീ ഭഗവാൻ ഉവാച മയ്യാസക്ത മനാഹ പാർത്ഥ യോഗം യുഞ്ജന്മദാശ്രയഃ അസംശയം സമഗ്രം മാം യഥാ ജ്ഞാസ്യസീത ശൃണു. ശ്രീ ഭഗവാൻ പറഞ്ഞു, ഹേ കുന്തിപുത്ര, എന്നെ കുറിച്ചുള്ള പൂർണ്ണ ബോധത്തോടെ എന്നിൽ ആസക്തമായ മനസ്സോടുകൂടി യോഗം പരിശീലിക്കുന്നത് കൊണ്ട് സംശയങ്ങൾ നീങ്ങി എന്നെ പൂർണ്ണമായി അറിയാൻ കഴിയുന്നതെങ്ങനെ എന്ന് പറയാം. കേൾക്കൂ എന്ന് ഭഗവാൻ പറയുന്നു.
അതായത് കഴിഞ്ഞ 6-ാമത്തെ അധ്യായത്തിലെ ഒടുവിലത്തെ ശ്ലോകം അങ്ങനെ പറഞ്ഞാണ് ഭഗവാൻ നിർത്തിയത്. അതായത് ഭഗവാനിൽ പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഭഗവാനിൽ ചേർന്നിരിക്കുന്ന ആ ഭക്തൻ എങ്ങനെയാണ് ഭഗവാനിൽ പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഭഗവാനെ നമുക്ക് ആരാധിക്കാൻ ഭജിക്കാൻ സാധിക്കുന്നത്? അതാണ് ഇനി ഭഗവാൻ പറയാൻ പോകുന്നത്. ഭഗവാനെ കുറിച്ചുള്ള അറിവാണ് അതിന് വേണ്ടത്. ഭഗവാനെ കുറിച്ചുള്ള പൂർണ്ണ ബോധത്തോടെ എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ടും നമ്മൾ ഭഗവാനെ കുറിച്ചുള്ള അറിവ് സമ്പാദിക്കണം. കൂടാതെ ഭഗവാനിൽ ആസക്തമായ മനസ്സ്, ഭൗതിക ബോധത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും നമ്മൾ വിരക്തി സമ്പാദിച്ച് ഭഗവാനിൽ മാത്രം ആസക്തമായിട്ടുള്ള മനസ്സോടുകൂടി യോഗം പരിശീലിക്കുക. യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനുമായിട്ട് ബന്ധപ്പെടാനുള്ള പ്രക്രിയകൾ. അതിന് ഒരുപാട് പ്രക്രിയകളുണ്ട്. ജ്ഞാനം, കർമ്മം, അഷ്ടാംഗ യോഗം, ഭക്തി യോഗം, പല വിധത്തിലുള്ള പ്രക്രിയകളുണ്ട്. ഏത് പ്രക്രിയയിൽ നമ്മൾ ഏർപ്പെടുകയാണെങ്കിലും ഭഗവാനുമായിട്ട് ബന്ധപ്പെടാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ഭഗവാനെ കുറിച്ചുള്ള പൂർണ്ണ അറിവും ഉണ്ടാകണം. കൂടാതെ ഭഗവാനിൽ ആസക്തമായ മനസ്സും ഉണ്ടാകണം. ഭൗതികമായിട്ടുള്ള ആസക്തിയോടുകൂടി ഭൗതികമായിട്ടുള്ള പല വസ്തുക്കളും സമ്പാദിക്കാനും അത് സ്വയം അനുഭവിക്കാനും സുഖഭോഗങ്ങൾ അനുഭവിക്കാനും എല്ലാമുള്ള ആസക്തിയോടുകൂടി നമുക്ക് ഒരിക്കലും ഭഗവാനെ ഭജിക്കാൻ സാധ്യമല്ല. കാരണം മനസ്സ് ഭൗതികതയിലേക്ക് വീണ്ടും വീണ്ടും തെന്നി വീഴും. ഭഗവാനെ ആരാധിക്കാനും ഭഗവാന്റെ ഭക്തി വർദ്ധിപ്പിക്കാനും നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ഭൗതികതയോടുള്ള വിരക്തി സമ്പാദിക്കണം. കാരണം ഏതെങ്കിലും ഒന്നിലൂടെ മാത്രമേ നമുക്ക് പുരോഗതി പ്രാപിക്കാൻ സാധിക്കുള്ളൂ. ഒന്നുകിൽ ഭൗതികതയിൽ ആസക്തനായിട്ട് ഭൗതികമായ ശരീരം സ്വീകരിച്ചുകൊണ്ട് ഭൗതിക പ്രകൃതിയിൽ പല ജന്മങ്ങളായിട്ട് ജനിച്ചുകൊണ്ടേയിരിക്കുക. അല്ലെങ്കിലോ ഭൗതികമായിട്ടുള്ളതിനെ എല്ലാത്തിനെയും നമ്മൾ തിരസ്കരിക്കുക, ഭഗവാനെ സ്വീകരിക്കുക. അതുവഴി നമുക്ക് ഒരേ ജന്മത്തിലൂടെ തന്നെ ഭഗവാന്റെ ആധ്യാത്മിക ലോകത്തിലും പ്രവേശിക്കാം. പിന്നീട് ഒരിക്കലും പുനർജന്മം ഇല്ലാത്ത അവസ്ഥയിലേക്ക് നമുക്ക് എന്നേക്കുമായിട്ട് ഭഗവത് ധാമത്തിൽ വസിക്കാനും സാധിക്കും. ഏത് സ്വീകരിക്കണം എന്നുള്ളത് ആ സ്വാതന്ത്ര്യം ഭഗവാൻ നമുക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഭൗതിക ലോകത്തിൽ വസിക്കണോ? ശരി, ഇന്ദ്രിയ സുഖഭോഗങ്ങൾ അനുഭവിക്കാനായിട്ട് നിങ്ങൾക്ക് പല ജന്മങ്ങളിൽ പല ശരീരങ്ങളെ ഭഗവാൻ തരുന്നു. എന്ന് പറഞ്ഞാൽ പല ശരീരങ്ങൾ എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ഭൗതിക പ്രപഞ്ചത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ശരീരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ശരീരങ്ങളിലൂടെ നമുക്ക് ഭൗതിക പ്രകൃതിയെ ആസ്വദിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു. അപ്പോൾ അല്ല, നമുക്ക് ഇതെല്ലാം മടുത്തു, ഭൗതിക പ്രകൃതിയിലെ ജീവിതം, ശരീരബോധത്തിലുള്ള ജീവിതം ക്ലേശങ്ങൾ മാത്രമേ തരുന്നുള്ളൂ എന്നുള്ള അറിവോടുകൂടി നമുക്ക് ഇത് മതിയായി, എനിക്കിനി ഇവിടെ ജീവിക്കേണ്ട, എനിക്ക് ഭഗവാനെ പ്രാപിക്കണം എന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ അതിന് ഭഗവാനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുക. കൂടാതെ ഭഗവാനിൽ ആസക്തനാകുക. കണ്ടിന്യൂസ് ആയിട്ട് ഭഗവാന്റെ സേവനങ്ങൾ ചെയ്ത് ഭഗവാനെ പ്രാപിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. അതെങ്ങനെയാണ് സാധിക്കുക എന്നാണ് ഭഗവാൻ പറയുന്നത്. അത് ശ്രവണമാണ് അതിന്റെ ആദ്യത്തെ പടി. ശ്രവിക്കുക, ഭഗവാനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക, കേൾക്കുക, കേട്ട് മനസ്സിലാക്കുക. അതുവഴി നമ്മുടെ ഉള്ളിൽ ഭഗവാനോടുള്ള ആരാധന, ആസക്തി വളർന്നു വരുന്നു. അപ്പോൾ ഈ പരമസത്യം അല്ലെങ്കിൽ ഭഗവാൻ കൃഷ്ണൻ പരമസത്യവുമാണ്, പരമദിവ്യോത്തമ പുരുഷനുമാണ്. ആ പരമസത്യത്തെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്ന് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദത്തെ. ബ്രഹ്മൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ അവ്യക്തിഗത ഭാവമാണ്. സൂര്യപ്രകാശത്തെ നമ്മൾ അറിയുന്നത് പോലെയാണ് ബ്രഹ്മജ്യോതിയെ, ഭഗവാന്റെ ബ്രഹ്മജ്യോതിയെ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ പടിയായിട്ട് ഭഗവാനെ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന പരമാത്മാവായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതായത് സൂര്യന്റെ ഉപരിതലത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് പോലെയാണത്. പക്ഷെ അത് രണ്ടും, ബ്രഹ്മസാക്ഷാത്കാരവും പരമാത്മ സാക്ഷാത്കാരവും ഭഗവാൻ കൃഷ്ണന്റെ ഭാഗികമായിട്ടുള്ള അറിവ് മാത്രമേ നമുക്ക് തരുന്നുള്ളൂ. എന്നാൽ മൂന്നാമത്തേതും ഏറ്റവും ഉന്നതവുമായിട്ടുള്ള സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാനെ നമ്മൾ നേരിട്ട് മനസ്സിലാക്കുന്നത്, അതാണ് പൂർണ്ണമായിട്ടുള്ള തിരിച്ചറിവ്. സൂര്യന്റെ ഗ്രഹത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് പോലെയാകുന്നു. അങ്ങനെയാണ് ഭാഗവതത്തിൽ പറയുന്നത്. അങ്ങനെയുള്ള ആ ഭഗവാനെ നമ്മൾ ജീവജാലങ്ങൾക്ക് പലവിധ യോഗ പ്രക്രിയകൾ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. ജ്ഞാനയോഗം,
അതിലൂടെ ബ്രഹ്മജ്ഞാനം ലഭിക്കുന്നു. അഷ്ടാംഗ യോഗത്തിലൂടെ പരമാത്മ സാക്ഷാത്കാരം ലഭിക്കുന്നു. ഭക്തി യോഗത്തിലൂടെ സാക്ഷാത് ഭഗവാനെ നമുക്ക് നേരിട്ട് ആരാധിച്ച് ഭഗവാനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഭഗവത് ധാമത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നു. അതിനു വേണ്ടിയിട്ട് ഭാഗവതത്തിലെ 2-ാമത്തെ അധ്യായത്തിലെ 17 മുതൽ 21 വരെയുള്ള ശ്ലോകങ്ങളിൽ പറയുന്നത് ശൃണ്വതാം സ്വകഥാ കൃഷ്ണഃ പുണ്യശ്രവണ കീർത്തനഃ ഹൃദ്യന്തസ്ഥോ ഹി അഭദ്രാണി വിധനോതി സുഹൃത് സദാം എന്നാണ് പറയുന്നത്. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതീ ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. ഭഗവാൻ ശ്രീകൃഷ്ണനിൽ മനസ്സ് ഏകാഗ്രമാക്കണം. നവവിധ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുക. അത് ഭഗവാന് ഭക്തന്മാരോടെയുള്ള ശ്രവണത്തിൽ നിന്ന് ആരംഭിക്കുന്നു. ശൃണ്വതാം സ്വകഥാ കൃഷ്ണഃ, നിരന്തരം കൃഷ്ണകഥാ ശ്രവണത്തിൽ ഏർപ്പെടുന്ന ഭക്തന്റെ ഹൃദയം ആ ഭഗവാൻ, പരമാത്മാവായിട്ടുള്ള ഭഗവാൻ പരിശുദ്ധമാക്കുന്നു. ശൃണ്വതാം സ്വകഥാ കൃഷ്ണഃ പുണ്യശ്രവണ കീർത്തനഃ, ഭഗവാൻ പുണ്യശ്രവണനാണ്. അതായത് ഭഗവാനെ പുണ്യമായിട്ടുള്ള കീർത്തനങ്ങളിലൂടെ നമ്മൾ ആരാധിക്കുന്നു, ഭക്തന്മാർ ആരാധിക്കുന്നു. അങ്ങനെയുള്ള ഭഗവാനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നത് എന്താണ്? ആ കേൾക്കുന്നതോടുകൂടി നമ്മുടെ ഹൃദയത്തെ ഭഗവാൻ ശുദ്ധീകരിക്കുന്നു എന്നാണ് പറയുന്നത്. ഹൃദ്യന്തസ്ഥോഹി അഭദ്രാണി വിധനോതി സുഹൃത് സദാ. അങ്ങനെ നമ്മൾ കേട്ട് കേട്ട് നമ്മുടെ ഹൃദയം പരിശുദ്ധമാകുമ്പോഴോ നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികി. അങ്ങനെ നിരന്തരം ഭാഗവത ശ്രവണത്തിലൂടെ ഭഗവാനെ കുറിച്ച് കേൾക്കുന്നത് നമ്മുടെ ഉള്ളിൽ ഭക്തി, അതീന്ദ്രിയമായിട്ടുള്ള അറിവ്, ഭക്തി വളരാൻ സഹായിക്കുന്നു. അങ്ങനെ ഭഗവാനോടുള്ള സേവന നിഷ്ഠ കൂടുന്നു. അങ്ങനെ കൂടിക്കൂടി വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? തഥാ രജസ്തമോ ഭാവഃ കാമലോഭാതയശ്ചയേ ചേതയേതൈരനാവിദ്ധം സ്ഥിതം സത്വേ പ്രസീദതി. രാജസിക താമസിക ഗുണങ്ങൾ നമ്മിൽ നിന്ന് അകലുന്നു. പിന്നെയോ കാമലോഭാദികൾ വിട്ടുമാറുന്നു. നമ്മൾക്ക് എപ്പോഴും സത്വഗുണത്തിൽ തന്നെ വർത്തിക്കുവാൻ സാധിക്കുന്നു. അങ്ങനെ ഏവം പ്രസന്ന മനസോ ഭഗവത് ഭക്തി യോഗതഃ ഭഗവത് തത്വവിജ്ഞാനം മുക്ത സംഗസ്യ ജായതേ. അങ്ങനെ മാലിന്യങ്ങൾ, ഹൃദയത്തിലെ മാലിന്യങ്ങളെല്ലാം നീങ്ങി ശുദ്ധ സത്വഗുണത്തിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ, നമ്മൾ നിൽക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഭഗവത് സേവനത്തിൽ കൂടുതൽ ഊർജ്ജസ്വലനായി തീരും. ഭഗവത് തത്വവിജ്ഞാനം പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അങ്ങനെ ഭിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവ സംശയഃ ക്ഷീയന്തേ ചാസ്യ കർമാണി ദൃഷ്ട ഏവാത്മനീശ്വരേ. അങ്ങനെ ഹൃദയത്തിൽ വസിക്കുന്ന ആ പരമാത്മാവിനെ കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനത്തോടുകൂടി നമുക്ക് ഭഗവാന്റെ ദർശനം തന്നെ ലഭിക്കുവാനായിട്ട് സാധിക്കുന്നു. അതിനു വേണ്ടിയിട്ടുള്ള പ്രക്രിയകളാണ് ഭഗവാൻ ഈ അധ്യായത്തിൽ ജ്ഞാനം, ആധ്യാത്മിക ജ്ഞാനം നമുക്ക് പകർന്നു തന്ന് ഭഗവാനെ കുറിച്ചുള്ള യഥാർത്ഥമായിട്ടുള്ള അറിവ് നമുക്ക് ഇതുവരെ നമ്മളെ പോലെ തന്നെ നമ്മളെക്കാൾ കുറച്ചുകൂടെ ശക്തി കൂടുതലുള്ള ഒരു വ്യക്തിയാണ് ഭഗവാൻ എന്ന് മാത്രമാണ് നമ്മൾ വിചാരിക്കുന്നത്. നമ്മൾ ജീവാത്മാക്കൾ, മനുഷ്യർക്ക് കുറച്ച് ശക്തി കുറവാണ്. എന്നാൽ ഭഗവാനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം തീർത്തു തരാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് ഭഗവാൻ എന്ന് മാത്രമാണ് നമ്മൾ അറിയുന്നത്. കൂടാതെ ഭഗവാനെ അമ്പലത്തിൽ പ്രതിഷ്ഠിക്കുന്നു. നമ്മൾ അമ്പലത്തിൽ പോയി ഭഗവാനെ ആരാധിക്കാം, ഭഗവാനെ വഴിപാടുകൾ കൊടുക്കാം. അങ്ങനെയെല്ലാം നമ്മുടെ ഭൗതികമായ ആഗ്രഹങ്ങളെ തീർത്തു തരാൻ കഴിവുള്ള ഒരാളാണ് ഭഗവാൻ. അതാണ് നമ്മുടെ വിചാരം. പക്ഷേ ഈ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞു തരുന്നു എന്താണ് ഭഗവാന്റെ ശക്തി. ഈ പ്രകൃതിയെ മുഴുവനും ഭരിക്കുന്നത് ഭഗവാനാണ്. എല്ലാത്തിന്റെയും ഉത്ഭവസ്ഥാനം ഭഗവാനാണ്. അതെങ്ങനെയാണ് എന്ന് ഭഗവാൻ ഈ അധ്യായത്തിലൂടെ പറഞ്ഞു തരികയാണ്. അങ്ങനെ ഇനി അടുത്തത് നവവിധ ഭക്തിയുത സേവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതാണ് അടുത്തത് പറയുന്നത്. ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ഇതി പുംസാർപ്പിത വിഷ്ണു ഭക്തിശ്ചേ നവലക്ഷണ ക്രിയതേ ഭഗവത്യദ്ധാ തന്മന്യേധീതമുത്തമം. പ്രഹ്ലാദകുമാരൻ തന്റെ അച്ഛനോട് പറയുകയാണ് 9 വിധത്തിലുള്ള ഭക്തിയുത സേവനങ്ങളുണ്ട്. അത് നമ്മൾ മനുഷ്യർക്ക് ഭഗവാൻ വിഷ്ണുവിൽ നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ ആ ഭക്തി ലക്ഷണങ്ങൾ നമ്മിൽ വളർന്നു വരുന്നു. അതാണ് ഉത്തമമായിട്ടുള്ള ധർമ്മമാണത്. അപ്പോൾ ശ്രവണം എന്ന് പറഞ്ഞ ആദ്യത്തേത് ശ്രവണമാണ്. പരീക്ഷിത്ത് മഹാരാജാവ് ഭാഗവതം ശ്രവിച്ച്
പരിപൂർണനായി തീരുന്നു. കീർത്തനത്തിന് ഉദാഹരണമാണ് രണ്ടാമത്തെ ഭക്തിയുത സേവനമാണ് കീർത്തനം. ഭഗവാനെ കുറിച്ച് നിരന്തരം കീർത്തിക്കുക, അല്ലെങ്കിൽ ഭഗവാനെ കുറിച്ച് പ്രചാരണം ചെയ്യുക, ഭഗവാന്റെ കഥകളെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, ഭഗവാന്റെ നാമോച്ചാരണം ചെയ്യുക, എല്ലാം കീർത്തനമാണ്. അങ്ങനെ കീർത്തനത്തിലൂടെ ശുകദേവ ഗോസ്വാമി പരീക്ഷിത് മഹാരാജാവിന് ഭാഗവതം ഉപദേശിച്ച് ശുകദേവ ഗോസ്വാമി പരിശുദ്ധനായി തീർന്നു, ഭഗവാന്റെ പരമപദം പോകി. മൂന്നാമത്തേത് സ്മരണം. ഭഗവാനെ കുറിച്ച് നിരന്തരം സ്മരിച്ചുകൊണ്ടിരിക്കുക, ഭഗവാന്റെ ലീലകളെ സ്മരിക്കുക, ഭഗവാന്റെ രൂപത്തെ സ്മരിക്കുക. അതാണ് പ്രഹ്ലാദ കുമാരൻ. നിരന്തരം ഭഗവാനെ കുറിച്ച് സ്മരിച്ച് അദ്ദേഹം ഭഗവത് ഭക്തനായിട്ട് മാറുന്നു. നാലാമത്തേത് പാദസേവനം. ലക്ഷ്മി ദേവി സദാസമയവും ഭഗവാൻ വിഷ്ണുവിന്റെ പാദസേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ശുദ്ധ ഭക്തയാണ് ലക്ഷ്മി ദേവി. അഞ്ചാമത്തേത് അർച്ചനം. പൃഥു മഹാരാജാവ്, ഭാഗവതത്തിലെ കഥയാണ്, സദാ എപ്പോഴും ഭഗവാന്റെ അർച്ചനം ചെയ്ത് പരിശുദ്ധനായി തീർന്നു. വന്ദനം. അക്രൂരൻ ഭഗവാന്റെ ഭക്തനായിരുന്നു, ശ്രീകൃഷ്ണന്റെ ഭക്തനായിരുന്നു അക്രൂരൻ. ഭഗവാന് പല വിധത്തിലുള്ള സ്തുതികൾ, അർച്ചനങ്ങൾ ചെയ്ത്, വന്ദനങ്ങൾ ചെയ്ത് ഭഗവാനെ സ്തുതിച്ച് പരിശുദ്ധനായി തീർന്നു. ഹനുമാനാണ് ദാസ്യത്തിന് ഉദാഹരണം. ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ ദാസനായിട്ട് സ്വയം പ്രഖ്യാപിച്ച് ഭഗവാനെ സേവിച്ച് ഭഗവാന്റെ ശുദ്ധഭക്തനായി തീർന്ന വ്യക്തിയാണ് ഹനുമാൻ. സഖ്യത്തിന് ഉദാഹരണം അർജുനൻ. ഭഗവാന്റെ സുഹൃത്തായിരുന്നു അർജുനൻ. ആത്മനിവേദനത്തിന് ഉദാഹരണമാണ് ബലി മഹാരാജാവ്. തൻ്റെതായിട്ടുള്ളത് എല്ലാം സമർപ്പിക്കുന്നു. അതുകൂടാതെ തന്നെ സ്വയം സമർപ്പിച്ച് ഭഗവാന്റെ പരിശുദ്ധ ഭക്തനായി തീർന്ന വ്യക്തിയാണ് ബലി മഹാരാജാവ്. അങ്ങനെയുള്ള നവവിധ ഭക്തിയുത സേവനത്തിലൂടെ നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാനും ആധ്യാത്മിക ജ്ഞാനം കരസ്ഥമാക്കി ഭഗവാന്റെ പരിശുദ്ധ ഭക്തനായി തീരാനും സാധിക്കും എന്നാണ് ഭഗവാൻ പറയുന്നത്. അതാണ് ഭഗവാന്റെ ആ ജ്ഞാനം കരസ്ഥമാക്കാനുള്ള വഴി. ജ്ഞാനം തേഹം സവിജ്ഞാനം ഇദം വക്ഷ്യാമ്യ ശേഷതഃ യജ്ഞാത്വാനേഹ ഭൂയോന്യജ്ഞാതവ്യം അവശിഷ്യതേ. വൈഷയിക ജ്ഞാനത്തെയും അതീന്ദ്രിയ ജ്ഞാനത്തെയും ഞാൻ ഇനി പൂർണ്ണമായി വിശദീകരിച്ചു തരാം. അതറിഞ്ഞാൽ പിന്നെ നിനക്ക് വേറെ ഒന്നും അറിയേണ്ടതായിട്ടില്ല. അപ്പോൾ കേൾക്കാനാണ് ഭഗവാൻ പറയുന്നത് നമ്മളോട്. ഞാൻ പറയുന്നതെല്ലാം കേൾക്കൂ. അപ്പോൾ എന്താണ് ഭഗവാൻ പറയാൻ പോകുന്നത്? വൈഷയിക ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഭൗതികമായിട്ടുള്ള അറിവ്. ഈ പ്രകൃതിയെ കുറിച്ച്, പ്രകൃതി എങ്ങനെയാണ് നിലനിൽക്കുന്നത്, ആരുടെ നിയന്ത്രണത്തിലാണ് പ്രകൃതി പ്രവർത്തിക്കുന്നത്, ഇതെല്ലാം നമ്മൾ അറിയണം. ആ ഭൗതിക പ്രകൃതിയെ കുറിച്ചുള്ള അറിവാണ് വൈഷയിക ജ്ഞാനം. രണ്ടാമത്തേത് അതീന്ദ്രിയമായ ജ്ഞാനം, ആധ്യാത്മിക ജ്ഞാനം. ഭൗതിക പ്രകൃതിയെ കുറിച്ച് മാത്രം അറിഞ്ഞാൽ പോരാ. പിന്നെയോ ഭഗവാനും പ്രകൃതിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഭഗവാൻ അതീന്ദ്രിയനാണ്. അപ്പോൾ ആ ഭഗവാനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം, ഭഗവാനും ജീവാത്മാക്കളും തമ്മിലുള്ള ബന്ധം, ജീവാത്മാവും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം, ഇതെല്ലാമാണ് വൈഷയിക ജ്ഞാനവും അതീന്ദ്രിയ ജ്ഞാനവും. ഇത് രണ്ടിനെ കുറിച്ചും ഭഗവാൻ ഇനി പറയാൻ പോകുകയാണ്. അതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അറിയേണ്ടതായിട്ട് ഒന്നും തന്നെയില്ല. കാരണം ആധ്യാത്മികമായിട്ടുള്ള വീക്ഷണത്തോടുകൂടി നമ്മൾ എല്ലാത്തിനെയും കാണുകയാണ് അപ്പോൾ ചെയ്യുന്നത്. കാരണം ഇപ്പോൾ നമുക്ക് പ്രകൃതിയെ കുറിച്ചുള്ള അറിവേ ഉള്ളൂ. പ്രകൃതിയെ നമ്മൾ നമ്മുടെ ഭൗതിക ഇന്ദ്രിയങ്ങളുടെ വീക്ഷണ കോണിലൂടെയാണ് കാണുന്നത്. എന്നാൽ ഭഗവാൻ നമുക്ക് പ്രകൃതിയുടെ ആധ്യാത്മികമായിട്ടുള്ള അടിത്തറയെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുമ്പോൾ നമ്മുടെ വീക്ഷണ കോൺ മാറുന്നു. അതായത് അതീന്ദ്രിയമായിട്ടുള്ള അറിവിലൂടെ, ജ്ഞാനത്തിന്റെ കണ്ണിലൂടെ നമുക്ക് എല്ലാത്തിനെയും കാണുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ വീക്ഷണ കോൺ മാറുമ്പോൾ നമുക്ക് എല്ലാത്തിനെ കുറിച്ചും ശരിയായിട്ടുള്ള ഒരു അറിവ് ഉണ്ടാകുന്നു. അപ്പോൾ സമഗ്രമായിട്ടുള്ള ജ്ഞാനമാണ് അതീന്ദ്രിയ ജ്ഞാനം. എന്നാൽ വൈഷയിക ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന അറിവാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഭൗതികങ്ങളാണ്. അതടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, ഇന്ദ്രിയങ്ങൾ എന്നുള്ളത് ശരീരത്തിലാണ് കാണുന്നത്. ആ ശരീരബോധത്തിൽ നമ്മൾ കാണപ്പെടുന്നതെല്ലാം ഭൗതികമാണ്. പക്ഷെ അങ്ങനെയല്ല നമ്മൾ എല്ലാത്തിനെയും കാണേണ്ടത് എന്നിവിടെ ഭഗവാൻ പറയുന്നത്. അതായത് കൃഷ്ണനിൽ നിന്ന് വേർപെട്ടാണ് നമ്മൾ ഇപ്പോൾ എല്ലാത്തിനെയും കാണുന്നത്. എന്തുകൊണ്ടാണ് അത് അങ്ങനെ കാണുന്നത്? ശരീരബോധത്തിലായതുകൊണ്ട്.
ഭഗവാനുമായിട്ട് എല്ലാത്തിനും കണക്ഷൻ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. കാരണം എല്ലാം തന്നെ ഭഗവാന്റെ ശക്തിയാണ്. അത് നമ്മൾ അറിയാത്തത് കൊണ്ട് നമ്മൾ ശരീരബോധത്തിൽ നമ്മൾ എല്ലാത്തിനെയും ഭൗതികമായിട്ടുള്ള വീക്ഷണകോണിലൂടെ കാണുന്നു. എന്നാൽ അതീന്ദ്രിയമായിട്ടുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവാനുമായിട്ട് എല്ലാ വസ്തുക്കൾക്കും ഉള്ള ബന്ധത്തെ കുറിച്ച് മനസ്സിലാക്കി ആ ഒരു വീക്ഷണകോണിലൂടെ കാണുക. അതാണ് അതീന്ദ്രിയമായിട്ടുള്ള അറിവായിട്ട് ഭഗവാൻ പറയുന്നത്. എങ്ങനെ ഭഗവാനുമായിട്ട് എല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്നു. പ്രകൃതിയും നമ്മുടെ ജീവാത്മാവും എല്ലാം തന്നെ ഭഗവാന്റെ ശക്തിയാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. അത് നമ്മുടെ പൊതുവായിട്ടുള്ള അറിവല്ല, അത് അതീന്ദ്രിയ ജ്ഞാനമാണ്. അപ്പോൾ ഭഗവാൻ ഭൗതിക പ്രകൃതി എന്നാൽ എന്താണ്? അതാണ് ഭൗതിക ജ്ഞാനം. നമുക്ക് അത്രമാത്രമേ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളൂ. നമ്മുടെ കണ്ണിന് കാണാൻ കഴിയുന്നത്, നമ്മുടെ ചെവിക്ക് കേൾക്കാൻ കഴിയുന്നത് എല്ലാം തന്നെ ഭൗതികമായിട്ട് ഇത്ര മാത്രമേ നമുക്ക് അറിയാൻ കഴിയുന്നുള്ളൂ. എന്നാൽ ഭഗവാന്റെ ഉപദേശം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ആ അറിവിലൂടെ ഭൗതിക പ്രകൃതിയെ വേറൊരു വീക്ഷണകോണിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ദൃശ്യമാകുന്ന വിധത്തിൽ നമ്മൾ വസ്തുവിനെ കാണുന്നതാണ് ഭൗതികമായിട്ടുള്ള കാഴ്ചപ്പാട്. അത് കൃഷ്ണനിൽ നിന്ന് വേർപെട്ട അറിവാണ്. എന്നാൽ അതീന്ദ്രിയമായിട്ടുള്ള അറിവ് വസ്തുക്കളെ കൃഷ്ണനുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതെങ്ങനെയാണ് എന്ന് ഭഗവാൻ പറയുന്നു. അപ്പോൾ ഭൗതികവും അതീന്ദ്രിയവുമായിട്ടുള്ള എല്ലാത്തിന്റെയും നിയന്താവ് ഭഗവാനാണ്. കാരണം എല്ലാ കാരണങ്ങൾക്കും കാരണം ഭഗവാനാണ്. എല്ലാത്തരം അറിവിന്റെയും ഉറവിടം ഭഗവാനാണ്. വിവിധ യോഗാനുഷ്ഠാനങ്ങളുടെ ഏക ലക്ഷ്യവും ഭഗവാനാണ്. അങ്ങനെയുള്ള അറിവ് ഭഗവാൻ കൃഷ്ണൻ അർജുനന് വിവരിച്ചു കൊടുക്കുന്നു. കാരണം അർജുനൻ ഭഗവാന്റെ ഭക്തനും മിത്രവുമായതുകൊണ്ട് അർജുനന് ഈ അറിവ് കരസ്ഥമാക്കാനുള്ള യോഗ്യതയുണ്ട്. അപ്പോൾ ഭക്തന്മാർക്ക് മാത്രമേ ഭഗവാനെ കുറിച്ചുള്ള അതീന്ദ്രിയമായിട്ടുള്ള അറിവ് കരസ്ഥമാക്കാനായിട്ട് മനസ്സിലാക്കാൻ കഴിയൂ എന്ന് ഭഗവാൻ പറയുന്നതിന്റെ കാരണം ഭക്തന്മാർക്ക് ഭഗവാനിലുള്ള വിശ്വാസം ഉണ്ടാകുന്നു. ഭഗവാൻ പറയുന്നത് അതേപടി നമ്മൾ സ്വീകരിക്കണം. കാരണം അദ്ദേഹമാണ് എല്ലാത്തിന്റെ സർവ്വ കാരണങ്ങൾക്കും കാരണം, എല്ലാത്തിന്റെയും ഉറവിടം. അപ്പോൾ ആരാണോ എന്തിനെങ്കിലും സൃഷ്ടിച്ചത്, ആ സൃഷ്ടികർത്താവിന് സൃഷ്ടിയെ കുറിച്ചുള്ള പൂർണ്ണ അറിവുണ്ടാകുന്നു. അപ്പോൾ ഭഗവാൻ ഇവിടെ പറയുന്നത് ഭഗവാനാണ് ഈ ഭൗതിക പ്രകൃതിയുടെ ഉറവിടം, ഞാനാണ് സൃഷ്ടിച്ചത്. അപ്പോൾ ആ ഭഗവാന് പ്രകൃതിയെ കുറിച്ചുള്ള പൂർണ്ണ അറിവുണ്ടാകുന്നു. അങ്ങനെയുള്ള വിശ്വാസത്തിലൂടെ നമ്മൾ ഭഗവാന്റെ ഉപദേശങ്ങളെ സ്വീകരിച്ചാൽ നമുക്കും ഭക്തരായി, അർജുനനെ പോലെ തന്നെ ഭക്തരായി തീരാനും ആ ഭഗവാൻ പറയുന്ന ജ്ഞാനത്തെ നമുക്ക് അതേപടി സ്വീകരിക്കാനും നമ്മിൽ ജ്ഞാനം വളർത്തുവാനും സാധിക്കും. എങ്കിലും ഭഗവാൻ ഇവിടെ പറയുന്നു, മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യദതി സിദ്ധയേ യതതാമപി സിദ്ധാനാം കശ്ചിന്മാം വേത്തി തത്വതഃ. ആയിരക്കണക്കിന് ആളുകളിൽ ചിലപ്പോൾ ഒരാൾ പൂർണ്ണത നേടാൻ ഉദ്യമിച്ചേക്കാം. അങ്ങനെ പൂർണ്ണത നേടിയവരിലും ഒന്നിലേറെ പേർ എന്നെ തികച്ചും അറിയുന്നതുമില്ല. കാരണം ഇത്രമാത്രം ജനങ്ങൾ, മനുഷ്യർ ഈ ഭൗതിക പ്രപഞ്ചത്തിൽ ഉണ്ടെങ്കിലും ഭഗവാൻ പറയുന്നു ചുരുക്കം ചിലർ മനുഷ്യർ മാത്രമേ ഭഗവാനെ കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നുള്ളൂ. അങ്ങനെ ശ്രമിക്കുന്നവരും പൂർണ്ണത നേടുക എന്ന് പറഞ്ഞാൽ ഭഗവാനിലേക്ക് എത്തുന്നവർ വളരെ വളരെ കുറച്ചു പേരേ ഉള്ളൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ഭഗവാൻ ഈ എല്ലാത്തിന്റെയും ഉറവിടമാണെങ്കിലും എല്ലാ ജ്ഞാനവും ഭഗവാനിൽ അധിഷ്ഠിതമാണെങ്കിലും ഭഗവാനെ മനസ്സിലാക്കാനായിട്ട് ആരും ശ്രമിക്കുന്നില്ല. കാരണം എന്താണ്? പ്രഭുപാദ പറയുന്നത്, ഹരേ കൃഷ്ണ, പ്രഭുപാദ പറയുന്നത് ഇവിടെ പ്രഭുപാദ പറയുന്നു, കാരണം എല്ലാവരും തന്നെ പൊതുവെ മനുഷ്യ സമൂഹം ഭക്ഷണം, നിദ്ര, സ്വയം രക്ഷ, കാമപൂർത്തി തുടങ്ങിയ ജന്തു സഹജങ്ങളായ പ്രവർത്തികളിൽ ഏർപ്പെട്ട് തന്നെ ജീവിതം കഴിച്ചു കൂട്ടുന്നു. ആഹാരം, നിദ്ര, ഭയ, മൈഥുനം ഇത് എല്ലാം തന്നെ മനുഷ്യരിൽ കാണപ്പെടുന്നത് പോലെ മൃഗങ്ങളിലും കാണപ്പെടുന്നു. മൃഗങ്ങളും ഭക്ഷണം കഴിക്കുന്നുണ്ട്, ആഹാരം കഴിക്കുന്നു. നിദ്ര, മൃഗങ്ങളും ഉറങ്ങുന്നുണ്ട്. സ്വയരക്ഷയ്ക്ക് വേണ്ടി മൃഗങ്ങളും പരിശ്രമിക്കുന്നു. തന്നെ ആരെങ്കിലും ആക്രമിക്കുമോ എന്നുള്ള പേടി മൃഗങ്ങൾക്കുമുണ്ട്, മനുഷ്യർക്കുമുണ്ട്. അതുകൂടാതെ കാമപൂർത്തി, മൈഥുനം ചെയ്യാനുള്ള ആഗ്രഹം മൃഗങ്ങൾക്കും മനുഷ്യർക്കുമുണ്ട്. അപ്പോൾ മൃഗങ്ങളിലുള്ള എല്ലാ പ്രവൃത്തികളും മനുഷ്യർ ചെയ്യുന്നുവെങ്കിൽ നമ്മളും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്?
വ്യത്യാസം എന്തെങ്കിലും ഒന്ന് കാണണ്ടേ? കാരണം മൃഗങ്ങളെ പോലെ തന്നെയുള്ള 4 കാര്യങ്ങൾ മാത്രമാണ് മനുഷ്യർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളും മൃഗങ്ങളും തമ്മിൽ വ്യത്യാസമില്ല. അപ്പോൾ അതിലൂടെ മാത്രം നമ്മൾ ജീവിതം കഴിച്ചു കൂട്ടുമ്പോൾ നമ്മൾ ആ മൃഗങ്ങളുടെ അവബോധത്തിലാണ് നമ്മുടെ ജീവിതം എന്നാണ് പറയുന്നത്. മനുഷ്യരായതുകൊണ്ട് മനുഷ്യർക്ക് വിവേചന ബുദ്ധി ഭഗവാൻ തന്നിട്ടുണ്ട്. അവബോധം കുറച്ചുകൂടി മൃഗങ്ങളെക്കാൾ കൂടുതലായിട്ടുള്ള കോൺഷ്യസ്നസ്, അവബോധം ഭഗവാൻ തന്നിരിക്കുന്നു. നമുക്ക് കൂടുതലായിട്ട് ഭൗതിക തലത്തിൽ നിന്ന് ഉയർന്ന ആധ്യാത്മികമായിട്ടുള്ള തലത്തിലേക്ക് ഉയരാനുള്ള അവബോധത്തെ ഭഗവാൻ തന്നിട്ടുണ്ട്. വിവേചന ശക്തി തന്നിരിക്കുന്നു. തെറ്റേത് ശരിയേത് എന്ന് അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാനുള്ള ഒരു ശക്തി ഭഗവാൻ തന്നിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം ഉണ്ടെങ്കിലും നമ്മൾ മൃഗതുല്യമായ ജീവിതമാണ് നയിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള ശക്തി നമ്മിൽ ഉണ്ടാകുന്നില്ല. അതിൽ നിന്ന് ഉയരണം. ഭഗവാൻ അതാണ് പറയുന്നത്. അങ്ങനെയുള്ള ഭൗതികമായിട്ടുള്ള ജീവിതം കഴിച്ചു കൂട്ടുന്നത് കൊണ്ടാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് പോലെ ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടെങ്കിൽ വളരെ കുറച്ചു പേർക്ക് ഭഗവാനെ കുറിച്ച് അറിയാനുള്ള ആഗ്രഹം ഉണ്ടാകുന്നുള്ളൂ. കാരണം എല്ലാവരും ഈ ഭൗതികതയിൽ മുഴുകി, ഭഗവാന്റെ മായയിൽ മുഴുകി, ഇതാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് ശരീരബോധത്തിൽ തന്നെ സുഖവും ദുഃഖവും അനുഭവിച്ചുകൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ ആരും പരിശ്രമിക്കുന്നില്ല. അതുകൊണ്ട് ഭഗവാൻ ഇവിടെ പറയുന്നത് ഈ ആധ്യാത്മിക ജ്ഞാനം കരസ്ഥമാക്കാനായിട്ട് വളരെ കുറച്ചു പേരെ പരിശ്രമിക്കുന്നുള്ളൂ. ഭഗവാൻ ഇത്രമാത്രം ശക്തി നമ്മുടെ ശരീരത്തിന് നൽകിയിട്ടുണ്ടെങ്കിലും ആ ശക്തി ഉപയോഗിക്കാനായിട്ട് ആരും പരിശ്രമിക്കുന്നില്ല. കാരണം മനുഷ്യ ശരീരം എന്നുള്ളത് ഒരു ബോട്ടായിട്ട് കണക്കാക്കുക. ഭഗവാൻ ഭാഗവതത്തിൽ പറയുന്നത് ഈ ഭൗതിക പ്രപഞ്ചം എന്നുള്ളത് ഭവസാഗരമാണ്. ഒരു സാഗരമായിട്ട് കണക്കാക്കിയാൽ, ഭൗതിക പ്രപഞ്ചത്തെ ഒരു സാഗരം, ഒരു സമുദ്രമാക്കിയിട്ട് കണക്കാക്കിയാൽ ആ സമുദ്രത്തെ മറികടക്കാനുള്ള ബോട്ടാണ് ഈ മനുഷ്യ ശരീരം. മനുഷ്യ ശരീരത്തിൽ മാത്രം ലഭിക്കാവുന്ന, ചെയ്യാൻ സാധിക്കുന്ന പ്രക്രിയകളാണ് ഇപ്പോൾ പറഞ്ഞ ജ്ഞാനം സമ്പാദിക്കാനും, കർമ്മം ചെയ്ത് പരിശുദ്ധമാകാനും, അഷ്ടാംഗ യോഗം പരിശീലിക്കാനും, ഭക്തി യോഗം പരിശീലിക്കാനും എല്ലാം തന്നെ ഈ മനുഷ്യ ശരീരം കൊണ്ട് സാധിക്കും. മനുഷ്യ ശരീരത്തിന് അതിനുള്ള കഴിവ് ഭഗവാൻ തന്നിട്ടുണ്ട്. അതായത് ഈ ഭൗതിക പ്രപഞ്ചമാകുന്ന ഈ ഭവസാഗരത്തെ, ക്ലേശങ്ങളും ദുരിതങ്ങളും നിറഞ്ഞിരിക്കുന്ന ഈ ഭവസാഗരത്തെ തരണം ചെയ്യാനായിട്ട് മനുഷ്യ ശരീരം കൊണ്ട് സാധിക്കും. അങ്ങനെയുള്ള ഒരു ശരീരം ഭഗവാൻ ഒരു മനുഷ്യന് തന്നിരിക്കുമ്പോൾ, കൂടാതെ ആ ശരീരത്തെ നിയന്ത്രിക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു ബോട്ടിനെ നിയന്ത്രിക്കാൻ ഒരു കപ്പിത്താന്റെ ആവശ്യമുണ്ട്. ഇവിടെ കപ്പിത്താനായിട്ട് ആരാണുള്ളത്? ആചാര്യന്മാർ, ഭഗവാന്റെ ശുദ്ധഭക്തന്മാർ. ഭഗവാൻ അവരെ അപ്പോഴപ്പോൾ പറഞ്ഞു വിടുന്നു. മനുഷ്യർക്ക് വഴി കാണിക്കാനായിട്ട്, ആധ്യാത്മികമായ വഴി കാണിക്കാൻ ആചാര്യന്മാരെ ഭഗവാൻ പറഞ്ഞു വിടുന്നു. അപ്പോൾ വളരെയധികം കേപ്പബിൾ ആയിട്ടുള്ള, ശക്തിയുള്ള ഒരാചാര്യൻ നമുക്ക് വഴി കാണിക്കാനായിട്ടുണ്ടാകുന്നു. ആ ബോട്ടിനെ നിയന്ത്രിച്ച് ഭഗവാനിലേക്ക് എത്തിക്കാനായിട്ട് ഒരാചാര്യൻ ഉണ്ടാകുന്നു. അതുകൂടാതെ ഒരു അനുകൂലമായ കാറ്റും ഭഗവാൻ തന്നിരിക്കുന്നു. അതായത് ഒരുപാട് ഗ്രന്ഥങ്ങൾ, ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ, ഭാഗവതം, ഭഗവത്ഗീത, ഉപനിഷത്തുകൾ, പുരാണങ്ങൾ, വേദങ്ങൾ, ഇതെല്ലാം തന്നെ ഭഗവാൻ തന്നിരിക്കുന്നത് മനുഷ്യൻ ഇതെല്ലാം വായിച്ച് മനസ്സിലാക്കി ഈ ഭൗതിക പ്രകൃതിയുടെ ക്ലേശങ്ങളെ, ദുരിതങ്ങളെ മറികടന്ന് ഭഗവാന്റെ ലക്ഷ്യപ്രാപ്തി, ആധ്യാത്മിക ലോകത്തെ പ്രാപിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി. അപ്പോൾ മനുഷ്യ ശരീരം എന്നുള്ള ഒരു ബോട്ട്, ആ ബോട്ടിനെ നിയന്ത്രിക്കാനുള്ള ഒരാചാര്യൻ, ആ ശരിയായിട്ടുള്ള അനുകൂലമായ കാറ്റുകൾ, അതായത് ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ, ഇതെല്ലാം തന്നെ ഭഗവാൻ തന്നിരിക്കുന്ന ഒരു ജീവാത്മാവിന്. മനുഷ്യ ശരീരം ലഭിച്ചു കഴിഞ്ഞാൽ എന്നിട്ടും ആ ജീവാത്മാവ് ഈ ഭൗതികതയിൽ തന്നെ മുഴുകി അതാണ് ശരി, ഇതെനിക്കിത് മതി എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ഒരു വ്യക്തി ആ ആത്മാവിന്റെ ഘാതകനാണ് എന്നാണ് പറയുന്നത്. കാരണം വീണ്ടും പുനർജന്മത്തിലേക്ക്, കാരണം 84 ലക്ഷം ശരീരങ്ങളിലൂടെ കടന്നിട്ടാണ് അവസാനം നമുക്ക് ഒരു തവണ മനുഷ്യ ശരീരം ലഭിക്കുന്നത്. ആ മനുഷ്യ ശരീരം നമ്മൾ ഇതുപോലെ ശരിയായിട്ട് ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും കർമ്മഫലത്തിൽപ്പെട്ട് നമ്മൾ ഏത് ജന്മത്തിലേക്ക്, ഏത് ശരീരത്തിലേക്ക് പോകുന്നു എന്ന് അറിഞ്ഞുകൂടാ.
അതുകൊണ്ട് മനുഷ്യ ശരീരം വളരെ വളരെ ദുർലഭമാണ്. ആ ശരീരം ഉപയോഗിച്ച് നമ്മൾ ലക്ഷ്യപ്രാപ്തി, അതായത് ആധ്യാത്മിക പ്രാപ്തി, ആധ്യാത്മിക ശരീരത്തെ സ്വീകരിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. പക്ഷെ ഭഗവാൻ സ്വയം പറയുന്നു, വളരെ കുറച്ചു പേർ മാത്രമേ അതിന് ശ്രമിക്കുന്നുള്ളൂ. പക്ഷേ നമ്മൾ ഇത് കേൾക്കുന്ന നമ്മളാണെങ്കിലും പരിശ്രമിക്കുക. ഭഗവാന്റെ ഉപദേശത്തെ സ്വീകരിച്ച് ആധ്യാത്മിക ശരീരം സ്വീകരിക്കാനുള്ള പ്രവർത്തികൾ നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇനി ഭഗവാൻ തന്റെ ഉപദേശങ്ങളെ ആരംഭിക്കുകയാണ്. ജ്ഞാന ഉപദേശം. ഭൗതിക ശക്തിയുടെയും ആധ്യാത്മിക ശക്തിയുടെയും ഉറവിടം ഭഗവാനാണ് എന്ന് പറയുന്നു. ഭഗവാൻ പറയുന്നത്, നാലാമത്തെ ശ്ലോകം, ഭൂമിരാപോനലോ വായുഹോ ഖമ്മനോ ബുദ്ധിരേവച അഹങ്കാര ഇതി യമ്മേ ഭിന്ന പ്രകൃതിരഷ്ടത. എന്റെ ഭിന്നമായ ഭൗതിക പ്രകൃതി, ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, മനസ്സ്, ബുദ്ധി, മിഥ്യ, അഹങ്കാരം എന്നിങ്ങനെ 8 അടങ്ങുന്നതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഭൗതിക പ്രകൃതി എന്നുള്ളത് പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായിരിക്കുന്നു. അതായത് നമ്മുടെ ഈ ശരീരം, നമുക്ക് പുറമേക്ക് കാണുന്ന ഈ സ്ഥൂല ശരീരം ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നിങ്ങനെയുള്ള വസ്തുക്കളാൽ നിർമ്മിതമായിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ഈ ശരീരത്തെ ചിലർ ദഹിപ്പിക്കുന്നു, ചിലർ വെള്ളത്തിലേക്ക് ഇടുന്നു, ചിലർ ഭൂമിയിലേക്ക് വലിച്ചെറിയുന്നു. അങ്ങനെ പല വിധത്തിൽ നമ്മുടെ ശരീരത്തെ നമ്മൾ ഭൂമിയിലേക്ക് തന്നെ അർപ്പിക്കുകയാണ് ചെയ്യുന്നത്. കാരണം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായിട്ടുള്ള താണ് ഈ പുറമേ കാണുന്ന ഈ ശരീരം. അത് മനുഷ്യന്റെ മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളുടെയും ശരീരം, നമുക്ക് പുറമേക്ക് കാണുന്ന ശരീരം ഇപ്പോൾ വൃക്ഷങ്ങളുടേതാകട്ടെ, പക്ഷികളുടേതാകട്ടെ, മൃഗങ്ങളുടേതാകട്ടെ, എല്ലാവരുടേതെയും ഈ ഭൗതിക പ്രകൃതിയിൽ കാണപ്പെടുന്ന പുറമേക്ക് കാണുന്ന സ്ഥൂല ശരീരം ഈ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായിട്ടുള്ളതാണ്. അതിനുള്ളിലുള്ള സൂക്ഷ്മ ശരീരമാണ് മനസ്സ്, ബുദ്ധി, മിഥ്യ, അഹങ്കാരം എന്നിവയാൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്. സൂക്ഷ്മ ശരീരം നമ്മളിപ്പോൾ പറയില്ലേ, ചിലത് സ്ഥൂല, നമ്മുടെ കണ്ണുകളാൽ കാണാൻ പറ്റാത്ത ഒരു ശരീരമാണ് സൂക്ഷ്മ ശരീരം. അപ്പോൾ ചിലരെല്ലാം പ്രേതങ്ങളായിട്ടെല്ലാം മാറുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് പുറമേ കാണുന്ന ഈ സ്ഥൂല ശരീരം ലഭിക്കുന്നില്ല, സൂക്ഷ്മ ശരീരം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അതായത് ജീവാത്മാവ് ഈ സൂക്ഷ്മ ശരീരത്തിനും ഉള്ളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ജീവാത്മാവിന് എന്തെങ്കിലും പാപകർമ്മത്തിന്റെ ഫലമായിട്ട് മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരം എന്നുള്ള ഒരു സൂക്ഷ്മ ശരീരം മാത്രം ലഭിക്കുന്ന ഒരവസ്ഥയാണ് ഈ പ്രേത ആത്മാവ് എന്നെല്ലാം നമ്മൾ പറയുന്നത്. നേരെ മറിച്ച് ആ സൂക്ഷ്മ ശരീരത്തിന് മുകളിലായിട്ട് സ്ഥൂല ശരീരം ലഭിക്കുമ്പോൾ ആ ജീവന് ഈ ശരീരം ഉപയോഗിച്ച് പ്രവർത്തിച്ച് തന്റെ ആഗ്രഹങ്ങളെ എല്ലാം തീർക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഈ ഭൗതിക പ്രകൃതി എന്നുള്ളത് ഭഗവാന്റെ ശക്തിയാണ്, ഊർജമാണ് എന്ന് മനസ്സിലാക്കുക. ആ ഭൗതിക പ്രകൃതി എന്നുള്ളത് ഈ 8 വസ്തുക്കളാൽ അടങ്ങിയിട്ടുള്ളതാണ്. പ്രകൃതിയിൽ അടങ്ങിയിട്ടുള്ള മൂലകങ്ങൾ, ഈ 8 മൂലകങ്ങളാലാണ് ഭൗതിക പ്രകൃതി ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം. അതായത് നമ്മുടെ ശരീരമാണ് എക്സാമ്പിൾ ആയിട്ട് പറയേണ്ടത്. നമ്മുടെ ശരീരം ഭൗതിക പ്രകൃതിയാൽ നിർമ്മിതമാക്കപ്പെട്ടിട്ടുള്ളതാണ്. അത് ഈ 8 മൂലകങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ്. എന്നാൽ അതിനുമുപരിയായിട്ട് അപരേയമിതസ്ത്വന്യ പ്രകൃതിം വിദ്യമേ പരാം ജീവഭൂതാ മഹാബാഹോ യേദം ധാര്യതേ ജഗത്. ഇവയ്ക്ക് പുറമെ എനിക്ക് മറ്റൊരു ഉത്കൃഷ്ട ശക്തി കൂടിയുണ്ട്. ഈ താഴ്ന്ന തരം ഭൗതിക പ്രകൃതിയുടെ വിഭവങ്ങളെ ചൂഷണം ചെയ്യുന്ന ജീവഗണങ്ങളാണത്. അപ്പോൾ ഇതിന് പുറമെയാണ് നമ്മൾ ജീവാത്മാക്കൾ, അവരും ഭഗവാന്റെ ശക്തിയാണ്. അപ്പോൾ നമുക്ക് പുറമേ കാണുന്ന ഈ ഭൗതിക പ്രകൃതിയിൽ നിർമ്മിതമായിട്ടുള്ള ഈ ശരീരവും ഭഗവാന്റേതാണ്, ഭഗവാന്റെ ശക്തിയാണ്. അതുകൂടാതെ അതിനുള്ളിലുള്ള ജീവാത്മാക്കളും ഭഗവാന്റെ ശക്തിയാണ്. പക്ഷേ നമ്മൾ ജീവാത്മാക്കൾ ഭഗവാന്റെ ഉത്കൃഷ്ട ശക്തിയാണ് എന്ന് മനസ്സിലാക്കണം. എന്നാൽ ഭൗതിക പ്രകൃതിയാണെങ്കിലോ ഭഗവാന്റെ അധമ ശക്തിയാണ് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇതിന്റെ എല്ലാത്തിന്റെയും ഉറവിടം, സൃഷ്ടിയിലെ എല്ലാറ്റിന്റെയും ഉറവിടം ഈ 2 ശക്തികളാണ്. അതായത് ഭൗതിക പ്രകൃതി എന്നുള്ളത് ഈ 8 മൂലകങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ്. ആ ഭൗതിക പ്രകൃതിയിലേക്ക് ജീവാത്മാവ് പ്രവേശിക്കുന്നു. ജീവാത്മാവിനാണ് ജീവനുള്ളത്. പ്രകൃതി ഈ 8 മൂലകങ്ങളാൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഒരു ജഡവസ്തുവാണ്.
അതിലേക്ക് ജീവനുള്ള ജീവാത്മാവ് പ്രവേശിക്കുമ്പോൾ ജീവാത്മാവിന്റെയും ഭൗതിക പ്രകൃതിയുടെയും സംയോഗം കൊണ്ടാണ് ഈ പ്രകൃതി ഇതുപോലെ വിഭിന്നമായിട്ടുള്ള വസ്തുക്കളാൽ ചേതനമായിട്ട് കാണപ്പെടുന്നത്. അല്ല എന്നുണ്ടെങ്കിലോ നമ്മുടെ ശരീരം മാത്രം എടുത്തു നോക്കുക, ശരീരത്തിന് പ്രാണനില്ലെങ്കിൽ അത് ജഡവസ്തുവാണ്. നേരെ മറിച്ച് ആ ശരീരത്തിലേക്ക് ജീവാത്മാവ് പ്രവേശിക്കുമ്പോഴാണ് പ്രാണൻ ഉണ്ടാകുന്നത്, ചേതനയുണ്ടാകുന്നത്. അപ്പോൾ മാത്രമേ ഈ ശരീരത്തിന് ഉണരാനും പ്രവർത്തിക്കാനും എല്ലാം സാധിക്കുകയുള്ളൂ. ജീവാത്മാവില്ലെങ്കിൽ ശരീരം ജഡവസ്തുവാണ്. അപ്പോൾ ഭൗതിക പ്രകൃതിയുടെ ഈ പ്രവർത്തനങ്ങൾക്ക് കാരണം അതിലേക്ക് ഈ ജീവാത്മാവ് പ്രവേശിക്കുകയാണ്. പക്ഷെ രണ്ടും ഭഗവാന്റെ ശക്തിയാണ് എന്ന് മനസ്സിലാക്കണം. പ്രകൃതി ഭഗവാന്റെ അധമ ശക്തിയും ജീവാത്മാക്കൾ ഭഗവാന്റെ ഉത്കൃഷ്ട ശക്തിയും. ആ ഉത്കൃഷ്ട ശക്തികളായിട്ടുള്ള ജീവാത്മാക്കൾ ഈ ഭൗതിക പ്രകൃതിയുടെ വിഭവങ്ങളെ ചൂഷണം ചെയ്ത് ജീവിക്കുന്നു. അതായത് തങ്ങൾക്ക് സ്വയം ശരീരബോധത്തിൽ നമ്മൾ സ്വയം ആസ്വദിക്കാൻ വേണ്ടി അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഭൗതിക പ്രകൃതിയുടെ വിഭവങ്ങളെ ചൂഷണം ചെയ്യുന്നു. അപ്പോൾ പക്ഷേ രണ്ടിന്റെയും ഉറവിടം ഭഗവാനാണ് എന്ന് മനസ്സിലാക്കണം. ആധ്യാത്മികവും ഭൗതികവുമായിട്ട് ഇവിടെയുള്ള എല്ലാറ്റിന്റെയും ഉത്ഭവവും വിനാശവും ഞാൻ തന്നെ എന്ന് നിശ്ചയമായും അറിയുക. എല്ലാത്തിന്റെയും ഉത്ഭവ സ്ഥാനം ഭഗവാനാണ്. എല്ലാത്തിന്റെയും സംഹാരവും ഭഗവാനിൽ നിന്ന് തന്നെ ഉണ്ടായിരിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിൽ നമുക്ക് ഇനി ഒരു കാര്യം പഠിക്കാനുള്ളത്, അതായത് ഭഗവാൻ എങ്ങനെയാണ് ഈ ഭൗതിക പ്രകൃതിയിൽ ഭഗവാൻ ഈ ഭൗതിക പ്രകൃതിയുടെ സൃഷ്ടി സ്ഥിതി സംഹാരം എങ്ങനെ ഭഗവാൻ നടത്തുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഭഗവാൻ കൃഷ്ണന്റെ അവതാരമാണ് മഹാവിഷ്ണു. ആ മഹാവിഷ്ണു ഈ ഭൗതിക പ്രകൃതിയിൽ 3 പുരുഷ അവതാരങ്ങളെ സ്വീകരിക്കുന്നു. പുരുഷ അവതാരങ്ങൾ എന്നാണ് അതിനെ പറയുന്നത്. 3 പുരുഷ അവതാരങ്ങൾ. ആദ്യത്തെ പുരുഷ അവതാരമാണ് കാരണോദകശായി വിഷ്ണു. കാരണോദകശായി വിഷ്ണു ആദ്യത്തെ പുരുഷാവതാരം. രണ്ടാമത്തെ പുരുഷാവതാരം ഗർഭോദകശായി വിഷ്ണു. 3ാമത്തെ പുരുഷാവതാരമാണ് ക്ഷീരോദകശായി വിഷ്ണു. അപ്പോൾ കാരണോദകശായി വിഷ്ണുവിന്റെ ശ്വാസനിശ്വാസങ്ങളിൽ നിന്ന്, ശരീരത്തിന്റെ രോമകൂപങ്ങളിൽ നിന്ന് അനേകം ബ്രഹ്മാണ്ടങ്ങൾ പുറത്തേക്ക് വരുന്നു. അതാണ് കാരണോദകശായി വിഷ്ണുവിന്റെ ഈ ഭൗതിക പ്രകൃതിയുടെ സൃഷ്ടിയുടെ ആദ്യത്തെ നിലയാണ് കാരണോദകശായി വിഷ്ണു എടുക്കുന്നത്. അദ്ദേഹത്തിന്റെ രോമകൂപങ്ങളിൽ നിന്ന് അനേകം ബ്രഹ്മാണ്ടങ്ങൾ പുറത്തേക്ക് വരുന്നു. ആ ഓരോ ബ്രഹ്മാണ്ടത്തിലും രണ്ടാമത്തെ വിഷ്ണുവായ ഗർഭോദകശായി വിഷ്ണു പ്രവേശിക്കുന്നു. അദ്ദേഹം പ്രവേശിച്ച് അതിലൊരു ഗർഭോദക സാഗരം എന്നുള്ള ഒരു സമുദ്രം ഉണ്ടാക്കുന്നു. ആ സമുദ്രത്തിൽ അദ്ദേഹം അനന്തശായിയായിട്ട് ശയിക്കുകയാണ്. അദ്ദേഹത്തിന്റെ നാഭിയിൽ നിന്ന് ഒരു പത്മം, ഒരു താമര മുട്ടിപ്പൊളയ്ക്കുന്നു. ആ താമരയിൽ ബ്രഹ്മാവ് സ്വയംഭുവായിട്ട് ജനിക്കുന്നു. പിന്നീട് ആ ഭൗതിക പ്രകൃതിയിൽ ഓരോ ബ്രഹ്മാണ്ടത്തിനും പ്രകൃതിയുണ്ട്, ഓരോ ബ്രഹ്മാണ്ടത്തിലും ജീവജാലങ്ങളുണ്ട്. നമ്മുടെ ഈ ബ്രഹ്മാണ്ടത്തിലും ഒരു വിഷ്ണുവും ഒരു ബ്രഹ്മാവും കൂടാതെ അനേകം 14 ഗ്രഹങ്ങളും ആ ഗ്രഹങ്ങളിലെല്ലാം തന്നെ ജീവജാലങ്ങളുമുണ്ട്. ഗോലോക ചാർട്ടിൽ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. അതായത് ആ ഗർഭോദകശായി വിഷ്ണുവിന്റെ നാഭിയിൽ നിന്ന് ഒരു പത്മം ഉണ്ടാകുന്നു. ആ പത്മത്തിൽ ഒരു ബ്രഹ്മാവ് ജനിക്കുന്നു. ആ ബ്രഹ്മാവ് പിന്നീട് സൃഷ്ടികൾ ആരംഭിക്കുകയായി. അങ്ങനെ ഗർഭോദകശായി വിഷ്ണുവിൽ നിന്നാണ് ഈ പ്രകൃതിയുടെ സൃഷ്ടി ആരംഭിക്കുന്നത്. പിന്നീട് ക്ഷീരോദകശായി വിഷ്ണു പരമാത്മാവായിട്ട് ഓരോ അണുവിലും പ്രവേശിക്കുന്നു. കാരണം ആ ഭഗവാന്റെ സാന്നിധ്യമില്ലാതെ ഇവിടെ സൃഷ്ടി ആരംഭിക്കുന്നില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഭഗവാൻ പരമാത്മാവായിട്ട് ഓരോ ശരീരത്തിലും പ്രവേശിച്ചാൽ മാത്രമേ, ഭഗവാന്റെ അനുമതിയോടുകൂടി മാത്രമേ ഓരോ ജീവനും പ്രവർത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം ഭഗവത് അംശമാണ് നമ്മൾ എല്ലാവരും. നമുക്ക് സ്വതന്ത്രമായിട്ട് ഒന്നും ചെയ്യാനുള്ള ശക്തിയില്ല. ഭഗവാന്റെ അനുമതിയോടുകൂടി ഈ ഭൗതിക പ്രകൃതിയിൽ ഈ പ്രകൃതി പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഭഗവാൻ ഇവിടെ പറയുന്നത് ആധ്യാത്മികവും ഭൗതികവുമായിട്ട് ഇവിടെയുള്ള എല്ലാറ്റിന്റെയും ഉത്ഭവവും വിനാശവും ഭഗവാൻ തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ
പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്ന 5 സ്ഥൂല ശരീരവും മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്ന് പറയുന്ന 3 സൂക്ഷ്മ ശരീരവും ഉൾക്കൊള്ളുന്നതാണ് ഭൗതിക പ്രകൃതി. അപ്പോൾ ആ ഭൗതിക പ്രകൃതിയിൽ ഭഗവാന്റെ പരാപ്രകൃതിയായ ഉത്കൃഷ്ട ശക്തിയായിട്ടുള്ള ജീവാത്മാക്കൾ പ്രവേശിക്കുമ്പോൾ ഈ പ്രകൃതി ഇതുപോലെ സൃഷ്ടിക്ക് പ്രവർത്തനത്തിന് സജ്ജമാകുന്നു. പിന്നീട് പരമാത്മാവായിട്ട് ഭഗവാൻ വിഷ്ണു എല്ലാ ശരീരത്തിലും പ്രവേശിക്കുന്നതോടുകൂടി സൃഷ്ടി പൂർണ്ണമാകുകയായി. ഓരോ ജീവജാലങ്ങളും അവരവരുടെ കർമ്മഫലം അനുസരിച്ച് പുതിയ പുതിയ ശരീരങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഇവിടെ ജന്മമെടുക്കുകയും ജന്മമൃത്യു ജരാവ്യാധിയിൽ നമ്മൾ പെട്ട് പോകുകയാണ്. ജീവഗണങ്ങൾ ഭഗവാന്റെ ഉത്കൃഷ്ട ശക്തിയുടേതാണ് എന്നിവിടെ വ്യക്തമായി പറയുന്നു. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, മനസ്സ്, ബുദ്ധി, മിഥ്യ, അഹങ്കാരം ഇവകളായി പ്രകടമാകുന്ന ദ്രവ്യങ്ങളാണ് താഴ്ന്ന തരം ശക്തി. നമ്മൾ ജീവാത്മാക്കൾ ഭഗവാന്റെ ഉത്കൃഷ്ട ശക്തിയാണ്. സ്ഥൂല പദാർത്ഥവും സൂക്ഷ്മ പദാർത്ഥവും താഴ്ന്ന തരം ഭൗതിക ശക്തിയുടെ ഉൽപ്പന്നങ്ങളാണ്. ഈ അധമ പ്രകൃതിയെ പല ഉദ്ദേശങ്ങൾക്കായി ചൂഷണം ചെയ്യുന്ന ജീവാത്മാക്കൾ ഭഗവാന്റെ ഉത്കൃഷ്ട ശക്തിയാകുന്നു. ഈ പ്രത്യക്ഷ പ്രപഞ്ചത്തിന് ഉത്തമ പ്രകൃതിയായ ജീവസത്തകളെ കൂടാതെ പ്രവർത്തിക്കാൻ സാധ്യമല്ല. നമ്മൾ ജീവാത്മാക്കൾ ഇല്ലെങ്കിൽ ഈ ഭൗതിക പ്രകൃതി ശൂന്യമാണ്. ഇവിടെ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടക്കുകയില്ല. ജീവാത്മാക്കൾ ഈ ഭൗതിക പ്രകൃതിയിൽ പ്രവേശിച്ചാൽ മാത്രമേ എല്ലാം തന്നെ ജീവനുള്ളതാകുന്നുള്ളൂ. അപ്പോൾ ജീവാത്മാക്കൾ ഭൗതിക പ്രകൃതിയിൽ പ്രവേശിക്കുമ്പോൾ ഭഗവാന്റെ അധമശക്തിയും ഉത്കൃഷ്ട ശക്തിയും തമ്മിലുള്ള സംയോഗം ഉണ്ടാകുമ്പോൾ, ആധ്യാത്മിക ശക്തിയും ഭൗതിക പ്രകൃതിയുമായിട്ട് സംയോഗം ഉണ്ടാകുമ്പോൾ ഇവിടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയായി. അപ്പോൾ രണ്ടും തന്നെ പക്ഷെ നമ്മൾ മനസ്സിലാക്കണം ഭഗവാന്റെ നിയന്ത്രണത്തിലാണ്. ഭൗതിക പ്രകൃതിയും നമ്മൾ ജീവാത്മാക്കളും ഭഗവാന്റെ നിയന്ത്രണത്തിലാണ്. സൃഷ്ടി, സ്ഥിതി, സംഹാരം എല്ലാം തന്നെ ഭഗവാന്റെ നിയന്ത്രണത്തിലാണ് എന്നും മനസ്സിലാക്കണം. മത്തപരതരം നാന്യത് കിഞ്ചിദസ്തി ധനഞ്ജയ മയി സർവമിതം പ്രോതം സൂത്രേ മണിഗണ ഇവ. എന്നേക്കാൾ ശ്രേഷ്ഠമായ ഒരു സത്യമില്ല, മുത്തുകൾ നൂലിന്മേൽ എന്ന പോലെ സർവവും എന്നിൽ ഇണക്കി കോർക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും എല്ലാം തന്നെ ഭഗവാന്റെ നിയന്ത്രണത്തിലാണ്. ഭഗവാനാണ് പരമമായിട്ടുള്ള സത്യം. ഭഗവാനോട് തുല്യമായിട്ടോ ഭഗവാനേക്കാൾ ശ്രേഷ്ഠമായിട്ടോ ഒന്നും തന്നെ ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നു. അപ്പോൾ ഭഗവാൻ ഇല്ലെങ്കിൽ ഒന്നിനും തന്നെ നിലനിൽപ്പില്ല. ഭഗവാന്റെ ആഗ്രഹത്തോടുകൂടി ഇച്ഛയോടുകൂടി സൃഷ്ടി ആരംഭിക്കുന്നു. ഭഗവാൻ എപ്പോൾ തന്റെ ശക്തിയെ പിൻവലിക്കുന്നുവോ അതോടുകൂടി സൃഷ്ടി അവസാനിക്കുന്നു. അപ്പോൾ ഭഗവാനാണ് എല്ലാത്തിന്റെയും ഉത്ഭവസ്ഥാനം. ബ്രഹ്മാണ്ടങ്ങൾ ഭഗവാനിൽ നിന്ന് ഉണ്ടാകുന്നു. ഓരോ ബ്രഹ്മാണ്ടത്തിലും ഭഗവാൻ പ്രവേശിക്കുന്നത് കൊണ്ട് അവിടെ സൃഷ്ടി ആരംഭിക്കുന്നു. ഓരോ ശരീരത്തിലും ഭഗവാൻ പ്രവേശിക്കുന്നത് കൊണ്ട് ആ ശരീരങ്ങൾക്കെല്ലാം തന്നെ പ്രവർത്തിക്കാൻ സാധിക്കുന്നു. അതായത് ഭഗവാൻ പറയുന്നത്, എങ്ങനെയാണോ മുത്തുകൾ നൂലിന്മേൽ കോർക്കപ്പെടുമ്പോൾ അവ ഒരു മാല പോലെ കാണപ്പെടുന്നത്, അതുപോലെ ഭഗവാന്റെ ശക്തിയിലാണ് ഈ ഭൗതിക പ്രപഞ്ചം മുഴുവനും നിലനിൽക്കുന്നത്. ഭഗവാന്റെ ശക്തി ഇല്ലെങ്കിൽ ഒന്നിനും തന്നെ നിലനിൽപ്പില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പരമസത്യം ഭഗവാൻ കൃഷ്ണനാണ് എന്ന് ഭഗവത്ഗീത സിദ്ധാന്തിക്കുന്നു. ഈ ശ്ലോകം പറയുന്നത് നിരപേക്ഷ തത്വം ഒരു പുരുഷനാണ് എന്ന് തറപ്പിച്ച് പറയുന്നു. അപ്പോൾ ഭഗവാനാണ് ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാദിർ ഗോവിന്ദ സർവകാരണ കാരണം. എല്ലാത്തിനും കാരണം ഭഗവാനാണ് എന്ന് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ നമുക്ക് ഉറപ്പിച്ച് പറയുകയാണ് ചെയ്യുന്നത്. അത്യുന്നതനാകയാൽ ആ പരമപുരുഷനേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു സത്യമില്ല. അണുവിനേക്കാൾ അണുവും ബൃഹത്തിനേക്കാൾ ബൃഹത്തുമാണ് അദ്ദേഹം. ഒരു മഹാവൃക്ഷത്തെ പോലെ നിശബ്ദം ആധ്യാത്മിക വ്യോമത്തെ പ്രകാശമാനമാക്കിക്കൊണ്ട് ആദി പുരുഷൻ നിലകൊള്ളുന്നു. വൃക്ഷം എപ്രകാരം വേരുകൾ വ്യാപിപ്പിക്കുന്നുവോ അതുപോലെ അവിടുന്ന് തന്റെ വ്യാപകമായ ശക്തി പരത്തുന്നു. അപ്പോൾ ഭഗവാന്റെ ശക്തിയിലാണ്. ഒന്നാമത് ഭൗതിക പ്രകൃതി ഭഗവാന്റെ ശക്തിയാണ്. നമ്മൾ ജീവാത്മാക്കളും ഭഗവാന്റെ ശക്തിയാണ്. അതുകൂടാതെ പരമാത്മാവായിട്ട് ഭഗവാൻ ഈ ഭൗതിക പ്രപഞ്ചത്തിൽ എങ്ങും വ്യാപിച്ചു നിൽക്കുന്നത് കൊണ്ടാണ് ഈ ഭൗതിക പ്രകൃതി ഇതുപോലെ ഒരു കുഴപ്പവുമില്ലാതെ നിൽക്കുന്നത്.
അതായത് ഭഗവാന്റെ ശക്തിയിലാണ് എല്ലാം നിലകൊള്ളുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഭൗതികങ്ങളും ആധ്യാത്മികങ്ങളുമായ ശക്തി വിശേഷങ്ങളെ ലോകാലോകങ്ങളിൽ പ്രസരിപ്പിച്ചു നിൽക്കുന്ന ഈ പരമപുരുഷൻ തന്നെയാണ് പരമ നിരപേക്ഷ തത്വമായ ഭഗവാൻ എന്ന സൂക്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഭഗവാന്റെ അധമശക്തി ഭൗതിക പ്രകൃതി, ഉത്തമശക്തി നമ്മൾ ജീവാത്മാക്കൾ, അതുകൂടാതെ സ്വയം ഭഗവാൻ വിഷ്ണു ഈ പ്രപഞ്ചമെങ്ങും വ്യാപിച്ചു നിൽക്കുന്നു. അതുമൂലം ഈ ഭൗതിക പ്രകൃതി ഇതുപോലെ ശക്തമായിട്ട് നിലകൊള്ളുന്നതാണ് എന്ന് മനസ്സിലാക്കണം. ഹരേ കൃഷ്ണ. ഇനി 8 മുതൽ ഭഗവാന്റെ ഐശ്വര്യത്തെയാണ്, 8 മുതൽ 11 വരെയുള്ള ശ്ലോകങ്ങൾ ഭഗവാന്റെ ഭൗതിക പ്രകൃതിയിലുള്ള ഭഗവാന്റെ ശക്തി വിന്യാസം എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് പറയുകയാണ്. അതിനുശേഷം 3 ഗുണങ്ങളിലൂടെയാണ് ഭൗതിക പ്രകൃതി പ്രവർത്തിക്കുന്നത്. ആ ഗുണങ്ങൾ ഏതൊക്കെ? ആ ഗുണങ്ങളാൽ ജീവസത്തകൾ ഇവിടെ ബന്ധനത്തിലാക്കപ്പെടുന്നു. ഭഗവാന് ശരണാഗതനായാൽ ആ ഗുണങ്ങളിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കും എന്നുള്ളതാണ് അടുത്ത സെക്ഷൻ. അത് രണ്ടും നമുക്ക് നാളത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കാം. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും